അവനോട് വിളിച്ചു നാലട്ട എവിടെയില്ലേ ചോദിച്ചു. അവനോട് മുച്ചോട്ടാവില്ലേ തോറ്റം കഴിഞ്ഞോട് ഇപ്പം ആ ചപ്പടത്തിൽ വെള്ളം വെക്കാൻ വേണ്ടി പോകുന്നു പറഞ്ഞു. കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞു. ആദ്യം ഇറക്കൊന്നും തിരിച്ചിട്ടില്ല. ഞാൻ വിളിച്ചാൽ വേറെന്തോ ഇതിൽ പറയുന്നതായിരിക്കും കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു നാലട്ട പത്മശ്രീ പ്രഖ്യാപിച്ചു EP നാരായണപുരം ചാനലിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്നുള്ള ആചാരം കൊടുക്കുന്നത് അവിടെ നിന്ന് വിളിക്കുക. ഈ വള കൊടുത്തിട്ടാകുമ്പോൾ അവിടുന്ന് തമ്പുരാൻ വിളിക്കും 3 പ്രാവശ്യം. നാണപ്പെരുണാൻ വിളിക്കും. അതിനു ശേഷം മറ്റുള്ളവർ നമ്മളെ പെരുണാൻ വിളിക്കും. ഇതേപോലെ അവാർഡ് കിട്ടുന്നവർക്ക് ഉപഹാരം പോലെ ചെയ്തു കൊടുക്കും. അപ്പോ അതില് ഏതെങ്കിലും ഒരു പ്രമുഖനായ വ്യക്തിക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? അതില് പ്രധാനപ്പെട്ടത് നാരായണ പെരുന്നാണ്. നമ്മുടെ നാട്ടില് വെച്ചോട്ട് ക്ഷേത്രമുണ്ട്. അവിടെ ബാലി 50 വർഷം തുടർച്ചയായിട്ട് കിട്ടിയപ്പോ അതിന്റെ ഭാഗമായിട്ട് ഒരു ബാലിയുടെ പ്രതിമ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കാണാം വഴിയെ. പിന്നെ അതുപോലെ സുരേഷ് ഗോപി ഇത് നമ്മളെ നടൻ ഇപ്പോഴത്തെ MP അദ്ദേഹത്തിനിടെ. ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നിജീസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് എത്തിയിരിക്കുന്നത് തളിപ്പറമ്പിനടുത്തുള്ള പാലക്കുളങ്ങര എന്ന സ്ഥലത്താട്ടാ. ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ ഈ തെയ്യം കലാരംഗത്ത് ആദ്യമായിട്ട് പത്മശ്രീ കിട്ടിയ ഒരാളെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ സന്തോഷം എൻ്റെ മനസ്സിലും മുഖത്തും എല്ലാം നിങ്ങൾ കാണാനുണ്ടാവും. അപ്പോൾ 64 വർഷമായിട്ട് തെയ്യം കലാരംഗത്തുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം ഒരുപാട് തെയ്യങ്ങൾ കെട്ടിയിട്ടുണ്ട്. പിന്നെ വെച്ചാൽ നമ്മൾ ഈ തെയ്യം കാണുന്നത് അരങ്ങിലെത്തിക്കഴിഞ്ഞാൽ ഒരു ചെറിയ സമയത്താണ് തെയ്യം കാണുന്നത്. അപ്പോൾ തെയ്യം അരങ്ങിലെത്തുന്നതിന് മുന്നിലുള്ള കഷ്ടപ്പാടും അതിന് ശേഷം തെയ്യക്കാലം കഴിഞ്ഞതിന് ശേഷമുള്ള അവരെ വിശേഷങ്ങളും എല്ലാം അറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹവും താല്പര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ശ്രീ EP നാരായണ പെരുവണ്ണ എന്നാണ്. അപ്പോൾ നമുക്ക് നേരെ അദ്ദേഹത്തെ കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് നമ്മൾ ഉള്ളത്. നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇദ്ദേഹത്തെ കാണാൻ സാധിച്ചതിൽ. പിന്നെ വെച്ചാൽ നമ്മളെ നാട്ടിൽ കണ്ണൂർ ജില്ലയിൽ നമ്മളെ നാട്ടിലടുത്തുള്ളൊരു ആൾക്ക് പത്മശ്രീ കിട്ടുക പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമായിട്ട് വരുന്നു നിങ്ങളെ കാണാൻ പറ്റിയത്. അതുപോലെ തന്നെ തെയ്യം കലാരംഗത്ത് ആദ്യമായിട്ട് കിട്ടിയ പത്മശ്രീ അല്ലേ? തെയ്യം കലയല്ല, തെയ്യം അനുഷ്ഠാനം, കോലധാരി അല്ലെങ്കിൽ കനലാടി എന്നാണ് അതിന്റെ ശരിയായ വാക്ക്. കല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അനുഷ്ഠാനങ്ങൾ അടങ്ങിയിരിക്കുന്ന കാര്യമായതുകൊണ്ട് കല എന്ന് പറയാൻ പറ്റില്ല. കലാവൈഭവം എന്ന് വെച്ചാൽ അത് നമ്മളെ ആ കെട്ടുന്ന മറ്റുള്ളവരുടെ അതിൽ ആ കലാവൈഭവം കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. കൊലകാരെ സംബന്ധിച്ചിടത്തോളം കല എന്ന് പറയാൻ പറ്റില്ല. അവരിപ്പോൾ മൂത്തത് എന്താണ് അയാൾ അവരുടെ കലാവൈഭവം അതിൽ കാണിക്കും, അല്ലെങ്കിൽ അണിയന ഉണ്ടാക്കുന്നവരിൽ അവരുടെ കലാവൈഭവങ്ങൾ അതിൽ ചേർക്കുന്നല്ലാതെ കൊണ്ട് ഒരു തെയ്യം ഒരു കലയായിട്ട് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. കഥകളി പോലെ അല്ലല്ലോ തെയ്യം. കഥകളീനെ കലയാക്കിയിട്ട് അനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ അത് അവർ തെയ്യം തുടങ്ങണമെങ്കിൽ അതിന് ഒരുപാട് ചിട്ടവട്ടങ്ങളുണ്ട്. തുടങ്ങുന്ന മുതൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന മുതൽ അതിനൊക്കെ അതിന്റെ പ്രത്യേകതകളുണ്ട്, വ്രതങ്ങളുണ്ട്. അതുപോലെ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാ അനുഷ്ഠാനത്തോടു കൂടി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. നമ്മൾ വിളക്കെല്ലാം കത്തിച്ച് നമ്മളെല്ലാവരും വന്ന് നമ്മൾ തെയ്യത്തിന് പോകേണ്ട ആൾക്കാരൊക്കെ ഇവിടെ വന്ന് നമ്മൾ ഗുരുനാഥന്മാർ അരിയിട്ട് വന്നിച്ചിട്ട് മാത്രമേ നമ്മൾ കോലത്തിലേക്ക് പോകും. അത് അതിന്റെ അനുഷ്ഠാനം തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുതലേ അതിന്റെ അനുഷ്ഠാനങ്ങളായി. നമ്മൾ തെയ്യത്തിന് പോകുമ്പോൾ നമ്മൾ വിളക്കെല്ലാം കത്തിച്ച് നമ്മൾ ഗുരുനാഥന്മാരൊക്കെ വ്രതാനുഷ്ഠാനിച്ചാൽ വ്രതം അനുഷ്ഠിക്കുന്ന തെയ്യങ്ങൾ വേറെയുണ്ട്. അനുഷ്ഠാനം അന്നേരം ഇല്ലാത്തതല്ല. അതിനനുസരിച്ച് ഇപ്പം മത്സ്യമാംസങ്ങളും കഴിക്കുന്ന ദേവൻ വേറെയുണ്ട്. ഒരു മുത്തപ്പനെ സംബന്ധിച്ചിടത്തോളം മദ്യം മാംസമെല്ലാം കഴിക്കുന്ന ദൈവങ്ങളാണ്. പക്ഷെ മുച്ചിലോട്ട് പോയി എന്ന് പറയുന്ന തെയ്യത്തിന് നമുക്ക് ഇതൊന്നും പറ്റില്ല, ഒന്നും ഒരു ഇതും പറ്റില്ല. നമ്മൾ സ്ത്രീ വിഷയങ്ങളോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും പറ്റാതെ അതിന്റെ അനുഷ്ഠാനമായിരിക്കും. ചില അത് അടയാളം വാങ്ങിയ മുതൽ നമ്മൾ ആ വ്രതാനുഷ്ഠാനത്തോട് തുടങ്ങണം. അപ്പം ചില പെരുങ്കലാട്ടങ്ങൾ പിന്നെ വരച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വരാൻ കഴിയില്ല, അവിടെ തന്നെ നിൽക്കണം. നമ്മളിപ്പം നാട്ടിലിപ്പം കൊല്ലത്ത് കഴിക്കുന്ന ക്ഷേത്രങ്ങളിൽ മാത്രമേ നമ്മൾ പിന്നെ അന്ന് പോകണ്ടു. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും പെരുങ്കലാട്ടം നടക്കാത്ത അവിടെ തന്നെ നിൽക്കണം. വരച്ചു വെച്ച് അന്ന് മുതലേ അടയാളം വാങ്ങിയ അങ്ങനെയുണ്ട്. അങ്ങനെ പറയാം. പിന്നെ നമ്മൾ നാരായണ പെരുവണ്ണൻ്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് രാജ്യം കൊടുത്ത ബഹുമതിക്ക് തുല്യമാവില്ല നമ്മൾ കൊടുത്ത ഒന്നും അതിൻ്റെ ഏഴായാലത്തെത്തൂല. പക്ഷെ എന്നാലും നമ്മളെ ചാനലിൻ്റെ പേരിൽ അദ്ദേഹത്തെ ഒന്ന് ആദരിക്കണം എന്ന് എൻ്റെ മനസ്സിൽ അതിയായ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മളെ ഇവിടെ എത്തിക്കാൻ സഹായിച്ച നമ്മളെ സൈത്ത് മാഷും പറഞ്ഞിരുന്നു
അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ അദ്ദേഹത്തെ ഒരു പൊന്നാട അണിയിച്ച് എൻ്റെ ഒരു ആദരവ് അറിയിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാനത് ചെയ്തോട്ടെ. വളരെയധികം സന്തോഷമായി. ഇതൊന്നും എന്താ പറയുക, ചെയ്യാൻ പറ്റുന്ന ഇങ്ങനൊരു സംഭവം എൻ്റെ മനസ്സിലേ ഇല്ല. ഇതെല്ലാം ദൈവം ആയിട്ട് ഉണ്ടാക്കി തരുന്ന ഒരു അവസരമായിട്ട് ഞാൻ കരുതുന്നു. ഇദ്ദേഹത്തെ നേരിൽ കാണാൻ സാധിച്ചതും വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ നമ്മളെ നാട്ടിലാന്ന് പറയുന്നതിൽ നമുക്ക് വളരെ അഭിമാനമുണ്ട് കേട്ടോ. തിരുമലബാറിൽ ഏറ്റവും വലിയൊരു അനുഷ്ഠാനം വഹിക്കുന്ന കാര്യമാണല്ലോ തെയ്യം. നമ്മുടെ ഹൈന്ദവ ആചാരത്തിൻ്റെ പ്രധാന ഭാഗമായിട്ടുള്ള ഒരു തെയ്യം. ആ തെയ്യത്തിന് രാഷ്ട്രം ഇന്ന് അംഗീകരിച്ചതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബഹുമതി എന്ന് പറഞ്ഞാൽ ഇനി നമുക്ക് വേറൊരു ബഹുമതി ഇനി കിട്ടാനില്ല. അത്രയും വലിയ ബഹുമതിയാണ് നമുക്ക് കിട്ടിയത്. ഒരുപാട് പുരസ്കാരങ്ങളും ഇതൊക്കെ നമുക്ക് കിട്ടിയാലും നാട്ടിൽ നിന്ന് നമ്മളൊരു പെരുവണ്ണാൻ സ്ഥാനം പഠിച്ചാൽ ജീവിതത്തിൽ ഒരു കൊലകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു പെരുവണ്ണനാവെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അഭിമാനമായിരിക്കുന്ന കാര്യമാണ്. അത് വളരെ ചെറുപ്പത്തിൽ 21-ാം വയസ്സിൽ തന്നെ രാജരാജേശ്വരൻ എടുത്ത്, അതാണ് ഏറ്റവും വലിയ നമ്മളിവിടുത്തെ രാജരാജേശ്വരൻ്റെ തളിപ്പറമ്പത്ത് കുട്ടം പറക്കുന്നതാണ് നമ്മൾ ആചാരം വാങ്ങുന്നത്. അവിടുന്ന് കിട്ടിയ ഒരു അംഗീകാരം അതൊരു കോലകാരനെ സംബന്ധിച്ചിടത്തോളം അതിലും വലിയ വലിപ്പശ്രീ കിട്ടാനില്ല. പക്ഷെ ഇന്ന് നമ്മുടെ രാജ്യം തന്നെ അതിനെ അംഗീകരിച്ചിട്ട് മാത്രമല്ല ഇനി വരുന്നവർക്കൊരു വഴി കൂടിയാണ്. അതായത് ഇനിയുള്ള അടുത്ത തലമുറകൾക്ക് നമുക്ക് ഇങ്ങനെ ഒരു അംഗീകാരം കിട്ടാനുണ്ട് എന്നുള്ളതിന്റെ ഒരു മുന്നോടിയായിട്ട് അതിനൊരു കാരണഭൂതനായിട്ട് അത് ഇന്നിപ്പോ ആദ്യമായിട്ട് നമ്മുടെ തെയ്യം കോലധാരികൾക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു അംഗീകാരം നമ്മുടെ സമുദായത്തിൽ ആർക്കും ഇന്നുവരെ അങ്ങനെ ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല. അത് ഇന്ന് വാങ്ങാനുള്ളൊരു ഭാഗ്യം അത് നമ്മുടെ ജന്മഗുണം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാരുടെ ആ ഒരു ഗുണം കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും കാലം കിട്ടിയാടിയ ഒരു കോലത്തിന്റെ ആ ഒരു അനുഗ്രഹമായിരിക്കാം ആ പത്മശ്രീ നമ്മളെ തേടിയെത്തിയത്. അപ്പോൾ നമ്മൾ തെയ്യത്തിൻ്റെ എല്ലാം പറഞ്ഞ്, അപ്പോൾ എത്രാം വയസ്സ് മുതലാണ് ആദ്യമായിട്ട് തെയ്യം കെട്ടാൻ തുടങ്ങിയത്? തെയ്യം എന്ന് പറയുന്നത് 13-ാമത്തെ വയസ്സിലാണ് തെയ്യായിട്ട് കെട്ടുന്നത്. പിന്നെ നമ്മൾ ഈ കർക്കിടക മാസത്തിൽ നമുക്ക് വേടൻ ആടി വേടൻ അത് വളരെ ചെറുപ്പത്തില് നമ്മളെ കെട്ടിട്ട്, അതായത് ഈ തെയ്യത്തിലേക്കുള്ള ഇവന്റെ ആ ഇത് എത്രയുണ്ട് എന്നുള്ളത് പരിശോധനയും കൂടിയാണ് ആ വേടൻ കെട്ടിക്കുന്നതിന്റെ. അപ്പോൾ ചെറുപ്പത്തിൽ വെച്ചാൽ കെട്ടിക്കുമ്പോൾ ഇവന് അതിനാ പിന്നെ സഹനശക്തിയെല്ലാം പരിശോധിക്കുക എന്നുള്ള ഒരു കാര്യം കൂടി അതിനകത്ത് ഇറങ്ങുന്നുണ്ട്. എന്നുവെച്ചാൽ എത്ര സമയം നിൽക്കാൻ പറ്റും ഇവന്. അപ്പൊ അതൊക്കെ അതിന്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. അതിൽ നിന്ന് അത്രത്തോളം അവന് അതിനോടുള്ള ഒരു താല്പര്യമുണ്ട് അല്ലെങ്കിൽ അതിനോടുള്ള ശ്രദ്ധ എത്രത്തോളം ഉണ്ട് എന്ന് നോക്കിയിട്ടാണ് പിന്നീടുള്ള തെയ്യങ്ങളിലേക്ക് പിന്നെ പുറപ്പെടുക. അങ്ങനെ ഒരു 13 വയസ്സ് കഴിയുമ്പോൾ നമ്മളെ പിന്നെ ഈ പുതിയ പകുതി നമ്മളെ വയലുകളൊക്കെ വയൽത്തറിയായിട്ട് കഴിക്കുന്ന ഒരു ക്ഷേത്രം ഇതിന്റെ അച്ഛൻ്റെ നാട്ടിൽ തന്നെ. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ആദ്യം വീരൻ തെയ്യം, പടാറുകുളങ്ങര വീരൻ എന്ന് പറഞ്ഞ തെയ്യം, തോറ്റവും തെയ്യവുമാണ്. അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ രംഗപ്രവേശം, തെയ്യത്തിലേക്കുള്ള രംഗപ്രവേശം. മറ്റേ ഇതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ വീടുകളിൽ മാത്രം വളരെ 4 വയസ്സ് മുതൽ 4-ാം വയസ്സ് മുതൽ കെട്ടി തുടങ്ങിയതാണ്. അതെ, ഇപ്പം എന്ന് വെച്ചാൽ 5 വയസ്സ് 6 വയസ്സിൽ കഴിഞ്ഞിട്ട് അതിപ്പോലെ വിടും. ഇപ്പം പിന്നെ കുട്ടികള് പിന്നെ കെട്ടാൻ തന്നെ വളരെ പിന്നോട്ടാണ്, പിന്നെ കെട്ടാനില്ല. അപ്പൊ നമ്മളെല്ലാം കെട്ടുന്ന സമയത്ത് വെച്ചാൽ 5 മണിക്ക് അമ്പലത്തിൽ പോകണം. അപ്പൊ ഒരു 4 മണിക്ക് അതിന്റെ തയ്യാറെടുപ്പ് പോകണ്ടേ. 4 മണിക്ക് എണീച്ച് ചെറുപ്പത്തില്. അപ്പൊ അന്ന് പിന്നെ രാവിലെ തന്നെ എണീച്ച്. പക്ഷെ എന്തോ അന്ന് നമുക്ക് ഇതിനോട് ഭയങ്കര ഒരു താല്പര്യം തന്നെ. അതെന്ന് വെച്ചാൽ കെട്ടണം, ആ തെയ്യം കെട്ടണം എന്നുള്ള ഒരു ആത്മാർത്ഥ ബോധം അന്ന് ചെറുപ്പത്തിലുണ്ട്. അതുകൊണ്ട് വിളിക്കുമ്പോൾ എണീച്ച് പോയി കുടിച്ച് വന്ന് വല്ലതും തീച്ച് കുളിയെല്ലാം കഴിഞ്ഞ് വന്ന് മുഖത്തെഴുതി. അപ്പൊ അതെല്ലാം കെട്ടി 5 മണിക്ക് അമ്പലത്തിൽ പോകണം. അമ്പലത്തിൽ ചില ആദ്യത്തെ പൂജ കഴിഞ്ഞ പാടന്നെ അവരൊരു പ്രസാദം തരും, അതൊരു മാല തരും. ആ മാലയും കൊണ്ട് മാത്രമേ അമ്പലഭാഗങ്ങളിൽ പാടാൻ പറ്റുള്ളൂ. ആ മാല കഴുത്തിലിട്ട് പോയാലേ അമ്പലഭാഗത്ത് പാടിക്കൊരു, ഇല്ല അമ്പലത്തിൽ പോയിട്ടില്ല എന്നറിയാം അവര്. അപ്പൊ അതുകൊണ്ട് ആ അമ്പലഭാഗങ്ങളിൽ വാരുടെ മറ്റേ പുതുവാമാരെയും മറ്റേ നമ്പൂരിമാരെല്ലാം വീട്ടിൽ പോകണം. അപ്പൊ ഈ മാല ഇട്ടാലേ അവര് പാടിക്കൊരു, ഇല്ല പിന്നെ അമ്പലത്തിൽ പോയിട്ടില്ല എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് 5 മണിക്ക് കണിക്ക് തുറക്കുമ്പോൾ അവിടെ എത്തണം. തുറന്നു കഴിഞ്ഞപ്പോൾ ആ മാല കൊടുത്തിട്ടപ്പോൾ അവിടെ അമ്പലത്തിലൊരു പാട്ട് പാടണം. അത് അച്ഛനാണ് പാടുക. നമ്മളിങ്ങനെ അന്നേരം ഒരു ആടി അങ്ങോട്ടും ഇങ്ങോട്ടും മുമ്പോട്ടും മുമ്പോട്ടും നടക്കുക. അതാണ് വേടന്റെ ആ ഒരു ചടങ്ങ്. അപ്പൊ അങ്ങനെ അവിടുന്ന് അടുത്ത വീട്ടിലേക്ക് പോയി, അടുത്ത വീട്ടിൽ പോയി അവിടുന്ന് പാടി അവിടുന്ന് കിട്ടുന്ന അരിയും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പൈസ ഇങ്ങനെയൊക്കെ കിട്ടും. അന്നത്തെ ജീവിതമാർഗ്ഗമാണ് ശരിക്കും പറയാൻ സത്യത്തിൽ. അതായത് നമ്മളെ ചെറുപ്പത്തിലുള്ള പിന്നെ ആ ഒരു നമ്മളെ വണ്ണാൻ സമുദായത്തിന്റെ ഒരു ജീവിത മാർഗ്ഗമാണ്. അന്നത്തെ കർക്കിടക മാസത്തിലൊന്നും വേറെ തൊഴിലൊന്നും ചെയ്യാൻ പറ്റൂല, മറ്റുള്ള പിന്നെ പഞ്ഞമാസത്തിൽ. അപ്പൊ അതിന് നമുക്ക് ജീവിക്കാനുള്ള ഒരു മാർഗ്ഗമാണ്. നമ്മൾ ഈ തെയ്യമായി കഴിഞ്ഞു തുലാപ്പത്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ തെയ്യ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് തെയ്യങ്ങൾ കെട്ടുമ്പോൾ
അപ്പൊ ഈ കർക്കിടക മാസമായി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു മാർഗ്ഗമില്ല. അപ്പൊ അതിനുള്ള ഒരു ഉപജീവന മാർഗം കൂടിയാണ് ഈ തെയ്യത്തിന്റെ ഈ വിഷയം. എന്റെ ഒരു അഭിപ്രായം വെച്ച് പറയുന്നത്. അന്നത്തെ പിന്നെ വെച്ചാല് അന്ന് മുതലേ ആ ഒരു കുട്ടിക്കാലത്തെ ഡെഡിക്കേഷനും ഇതും ഉള്ളതുകൊണ്ട് തന്നെ അതിന്റെ അകത്ത് വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാല് അന്നത്തെ കാലത്ത് ചെറുപ്പത്തിൽ രണ്ട് പെങ്ങന്മാരാണ് നിനക്ക്. പിന്നെ മൂത്ത രണ്ടാളും വന്നിട്ട് ഇങ്ങനെ പറയും മത്സ്യമൊന്നും കൂട്ടാൻ പാടില്ലേ, വേറെ കിട്ടുമ്പോൾ അങ്ങനെ ഒന്നും കൂട്ടിക്കൂടാന്ന് പറയും. അപ്പൊ നമ്മൾ അന്നേരം അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അവർ പറയുന്നത് ഉൾക്കൊള്ളും. കെട്ടാൻ അത് കെട്ടുമ്പോൾ നമ്മൾ കഴിക്കാൻ പാടില്ല. അപ്പൊ അന്ന് മുതലേ എനിക്ക് ആ ഒരു വിശ്വാസമുണ്ട്. അമ്മ പറയും മോൻ കെട്ടിക്കോ, അവർ വെറുതെ അമ്മ മോനെ തമാശയാക്കുന്നതാണ് മോൻ കെട്ടി തിന്നോന്ന് പറയും. പക്ഷെ എന്നാലും ഞാനത് തിന്നൂല. പക്ഷെ അന്നും എനിക്ക് അത് കെട്ടുമ്പോൾ തിന്നാൻ പാടില്ല, അതിനെന്തോ ഒരു ആചാരം അതിൻ്റെ അകത്തുണ്ട്. അന്നേ അത് അംഗീകരിച്ചിട്ട് അതേ രൂപത്തിലാണ് നിന്നും അത് അങ്ങനെ പോകുമ്പോൾ അങ്ങനെ ചെയ്യാൻ പാടില്ല നിന്നും ആ ഇത് കൃത്യനിഷ്ഠയോടുകൂടെ കൊണ്ടുപോകുന്ന ഒരാളാണ് ഞാൻ. ആ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ടായിരിക്കാം പത്മശ്രീ ഭയങ്കര സംഭവം. ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം കെട്ടിയ കോലത്തിന്റെ എല്ലാം ഒരു അനുഗ്രഹം. നമ്മൾ എത്രയോ മുടി തലയിൽ വെച്ചിട്ട് നമ്മൾ ഒരുപാട് അനുഗ്രഹങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തു. ആ ജനങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, തിരിച്ചു കിട്ടുന്നത് നമ്മൾ ദൈവമായിട്ട് അംഗീകരിക്കുന്നു. നാഗണപ്പെരുന്നതിനല്ല, അവരാ ദൈവത്തിനാണ് അംഗീകരിക്കുന്നത്. നമ്മളെ ഏറ്റവും മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളെയല്ല, അതാണ് ഈ പത്മശ്രീ. നമുക്കല്ല, നമ്മൾ കെട്ടിയ ആ കോലത്തിന്റെ ഒരു അംഗീകാരമായിട്ടാണ് ഈ പത്മശ്രീ. ആ കെട്ടുന്നതിനാ എന്തായാലും നമ്മളെ ഇന്ത്യ രാജ്യം അംഗീകരിച്ച് അതൊരു മഹാഭാഗ്യം. മഹാഭാഗ്യം. ഇനി നമ്മുടെ ജീവിതത്തിൽ ഇനിയിപ്പോ നമുക്ക് ഇനിയിപ്പോ കിട്ടാനത് 4 പിന്നെ ഇതാണ് കിട്ടേണ്ടത് രാഷ്ട്രത്തിന്റെ. ഒന്ന് പത്മഭൂഷൺ, ഒന്ന് പത്മവിഭൂഷൺ, പിന്നെ പത്മശ്രീ. അതിപ്പോ പത്മശ്രീയാണ് ലാസ്റ്റ്, ആദ്യത്തെ ഒന്നാമത്തെ. അത് 4ാമത്തേതാണ് പത്മശ്രീ. അത് കഴിഞ്ഞാൽ പത്മഭൂഷൺ, പിന്നെ പത്മവിഭൂഷൺ, പിന്നെ ഭാരതരത്ന കിട്ടുന്നത്. ഈ 4 അംഗീകാരമാണ് രാഷ്ട്രത്തിൻ്റെത്. അതിലേറ്റവും കിട്ടാനുള്ള യോഗ്യത ഭാരതരത്നം കിട്ടണമെങ്കിൽ നമ്മൾ മരിച്ചാലേ കിട്ടും ഭാരതരത്നം. അപ്പൊ നമുക്ക് പത്മശ്രീയാണ് ആദ്യം കിട്ടുന്നത്. അപ്പൊ അത് എന്തായാലും നമുക്ക് കിട്ടിയത് നമ്മൾ ആ ഇത്രയും കാലം കൊണ്ടുവരുന്ന അനുഷ്ഠാനത്തിന്റെയും ആ ഗുരുകാരണന്മാരുടെ ഒരു അനുഗ്രഹവും പോരാ നമ്മളെ ഭക്തന്മാരുടെ ഒരു ഇതും കൂടെ നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് പത്മശ്രീ കിട്ടിയതെന്നാണ് എൻ്റെ ഇതെൻ്റെ അഭിപ്രായം. ഈ നാരായണ ഇത് പിന്നെ എങ്ങനെയാണ് ഇത് എവിടുന്ന് കിട്ടിയത്? അതുപോലെ ഇതെന്നാ മരത്തിന് ഉണ്ടാക്കിയത്? എന്നാ സംഭവം? ഇത് വെച്ചൂട്ട് ശ്രീ ഭഗവതി ക്ഷേത്രം, കീഴാറ്റൂർ അതായത് തളിപ്പറമ്പിൽ ഒരു 2 കിലോമീറ്റർ പുറത്തോട്ടാവും. പിന്നെ അവിടെ നമ്മള് വളരെ ചെറുപ്പത്തിൽ 13ാമത്തെ വയസ്സിൽ ഞാനവിടെ ബാലിത്തെയ്യം ഈ തെയ്യം കെട്ടിയാടി. അപ്പൊ ആ ക്ഷേത്രത്തിൽ 35 വർഷം കഴിഞ്ഞപ്പോൾ എനിക്കൊരു പട്ടുമുലയൊക്കെ തന്നിട്ട് അവർ എന്നെ ആദരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഫോക്ലോർ അക്കാദമിന്റെ അവാർഡ് കിട്ടിയപ്പോ അവർ ആദരിച്ചു. അതിനുശേഷമാണ് പത്മശ്രീ കിട്ടുന്നത്. അപ്പൊ പത്മശ്രീ കിട്ടിയപ്പോ അവർക്ക് ഇങ്ങനെയൊന്നും പോരാ, നമ്മുടെ തിരുവനന്തപുരം കിട്ടിയ ഒരു അംഗീകാരം. അതായത് എന്റെ 50 വർഷം തുടർച്ചയായിട്ട് ആ ക്ഷേത്രത്തിൽ ബാലിത്തെയ്യം കെട്ടാനുള്ള ഒരു ഭാഗ്യം, അത് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അനുഭവമാണ്. അപ്പൊ അവിടുന്ന് അവര് എനിക്ക് തന്നതായത് ഇതൊരു മരത്തിൽ കൊത്തിയെടുത്തതാണ്. ഒരു ശില്പി ഒറ്റ മരത്തിൽ കൊത്തിയെടുത്തിട്ട് അതിന് പിന്നെ ഇത് കളവ് കൊടുത്തതാണ്. ആ ബാലിത്തെയ്യത്തിന്റെ രൂപം പിന്നെ ഇങ്ങനെ ഒരു മരത്തിൽ ഒറ്റ മരമാണ്. അതിന്റെ എല്ലാ ഭാഗങ്ങളും അതിൽ ചേർത്തിട്ട് കൊത്തിയെടുത്തിട്ട് ഉണ്ടാക്കിയൊരു ശില്പമായത്. അതാണ് എനിക്ക് അവിടുന്ന് എടുത്താ പൊന്താതെ ഇറങ്ങി. പിന്നെ എല്ലായിടത്തും ഫോട്ടോ എടുത്താ പൊന്തും. ഇത് നിങ്ങൾ പൊന്തിച്ചു നോക്കിയാട്ടെ. അത്രയും ചെറിയ ഒരു മരം ഫുള്ളായിട്ട് അതിന്റെ മുകളിൽ കൊത്തി നല്ല ഭംഗിയായിട്ടുണ്ട്. അത് ശില്പി തന്നെയാണ് പരിഹാരത്തിലെ. പിന്നെ പവിത്രൻ എന്ന് പറഞ്ഞൊരു ശില്പിയാണ് ഇത് ഉണ്ടാക്കി. ഒരു ഭയങ്കര സംഭവം. ആ കിരീടൊക്കെ അതിന്റെ ആ ഭാഷയിൽ തന്നെ ഇതെല്ലാം ഇത് മയിൽപ്പീലി പോലെ ഉണ്ടാവേണ്ട സാധനമാണ്. ഈ മയിൽപ്പീലിയെല്ലാം ശരിക്കും മയിൽപ്പീലി പോലെ ആക്കിയിട്ട് അതാക്കേണ്ട ഒരു വ്യാപാര കഴിവുണ്ടല്ലേ, അതവിടെ ഇങ്ങനെ കയറ്റൂർന്ന് കിട്ടിയതാണ്. നമ്മൾ ഏതൊരു അനുഷ്ഠാനം ആചാരവും അല്ലെങ്കിൽ ഏതൊരു കലാകാരനെയും സംബന്ധിച്ചിടത്തോളം പിന്നെ അവാർഡുകൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് അംഗീകരിക്കുക. നാട്ടിൽ നിന്ന് അംഗീകരിച്ചതിന് ശേഷമല്ലേ ശരിക്കും പെരുവണ്ണ ഇതാവുക. അത് എത്ര വയസ്സിലാണ് ആയത്? അത് ഞാൻ പിന്നെ 13ാമത്തെ വയസ്സിലാണ് തെയ്യം കെട്ടാൻ തുടങ്ങി. 21ാമത്തെ വയസ്സിൽ പുതിയ ഭഗവതി തെയ്യം കെട്ടി. അപ്പോൾ അതിനുള്ള അംഗീകാരമായിട്ട് കൊട്ടുംപുറത്തുനിന്ന് രാജരാജേശ്വരന്റെ കൊട്ടുംപുറത്തുനിന്നാണ് നമുക്ക് പൊട്ടുംപള്ളിയിൽ നിന്ന് പെരുവണ്ണാൻ സ്ഥാനം മേടിക്കുന്നത്. അത് പിന്നെ നമ്മുടെ ഈ ഇതിന്റെ അടുത്ത് തന്നെയാണ്. അമ്മയുടെ നാടായത്. അച്ഛന്റെ നാട് ഇവിടെ ഇതിന് കുറച്ചപ്പുറം, അത് പനക്കാട് എന്ന് പറഞ്ഞ സ്ഥലം. പനക്കാട് കഴിയുമ്പം
അതെല്ലാം അച്ഛന്റെ ജന്മാവകാശ സ്ഥലങ്ങളാണ്. അത് വടക്കേപ്പാലം വരെ അച്ഛന്റെ ജന്മാവകാശമാണ്. അപ്പൊ അവിടെയൊക്കെ കുറുമാത്തൂര്, ചൊർക്കള, അതൊക്കെ നമ്മളെ പരിധിയിൽ വരുന്നതാണ്. അപ്പൊ അവിടെയൊക്കെ പിന്നെ തെയ്യങ്ങൾ പല തരത്തിൽ കുറുമാത്തൂർ അവിടെ മുച്ചിലോട്ട് കാവുണ്ട്. ആദ്യമായിട്ട് മുച്ചിലോട്ട് പതി കെട്ടിയ കാവുള്ളൂ. അപ്പോൾ ഈ പട്ടും വളയും മേടിച്ചാൽ മാത്രമേ മുച്ചിലോട്ട് പതി കെട്ടാൻ പാടുള്ളൂ. ഒരു ആചാരം പഠിച്ചാൽ മാത്രമേ അങ്ങനെ. ചില തെയ്യങ്ങൾക്കെല്ലാം ആചാരം പഠിച്ചാലേ കെട്ടാൻ പാടും. അപ്പൊ പണ്ട് കാലത്തെല്ലാം തന്നെ ആചാരം കൊടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോലക്കാരൻ എത്രത്തോളം അതിനൊരു പിന്നെ പാകപ്പെടുത്തി എന്നുള്ള ഒരു ഇത് വന്നാൽ മാത്രമേ തരക്കേടില്ല, ഒരു വള കൊടുക്കണം, അങ്ങനെ അതൊരു വള കൊടുക്കുക. അപ്പൊ ഇതിപ്പം പത്മശ്രീ എന്ന് പറയുന്നത് നമ്മൾ ഇത്രയും കാലം ചെയ്ത ഇതിന്റെ ഇതായിട്ടാണ് നമുക്ക് പത്മശ്രീ കിട്ടുന്നത്. അപ്പൊ അതുപോലെ നമ്മൾ ചെറുപ്പത്തിലെ തെയ്യങ്ങൾ കിട്ടിയ തിരക്കേടില്ല എന്ന് പറയുമ്പോൾ ഒരു പട്ടും വലിയും കിട്ടും. അപ്പൊ ഒരു കോലകാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം ഒരു പെരുമാൾ സ്ഥാനം കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ. ഇപ്പം ഉത്തരമലബാറിലെ ആണല്ലോ തെയ്യത്തിന്റെ ശരിയായ സ്ഥലങ്ങൾ. അപ്പൊ അവിടെയൊക്കെ തെയ്യം കെട്ടിയിട്ട് ഒരു ബഹുമതി കിട്ടുമെന്ന് പറഞ്ഞാൽ പട്ടും വലിയും കിട്ടുമെന്നാണ്. പെരുമാൾ അവിടെ നിന്നുള്ള ആചാരം കൊടുക്കുന്നത് അവിടെ നിന്ന് വിളിക്കുക. ഈ വള കൊടുത്തിട്ടാകുമ്പോൾ അവിടുന്ന് തമ്പുരാൻ വിളിക്കും 3 പ്രാവശ്യം. നാളെ പെരുമാൾ വിളിക്കും. അതിന് ശേഷം മറ്റുള്ളവർ നമ്മളെ പെരുമാൾ വിളിക്കൂലും. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ അമ്മ പോലും വിളിക്കണം, പെരുമാളിനെ വിളിക്കണം. പിന്നെ നമ്മൾ ആ പേര് വിളിക്കാൻ പാടില്ല. അവരുടെ പെരുമാൾ എങ്ങനെ വിളിക്കണം. അല്ലെ പെരുന്നാൾ ചോദിച്ചുവാ, അല്ലെ പെരുന്നാൾ വന്നുവാ, അത് അമ്മ പോലും നമ്മളെ പെരുമാളിനെ പിന്നെ വിളിക്കൂലും. അതാണ് ആ സ്ഥാനത്തിന്റെ ഒരു മഹത്വം. അപ്പൊ അത്രയും വലിയ കീർത്തി 21ാമത്തെ വയസ്സത്തിൽ കിട്ടിക്കഴിഞ്ഞു. എന്നതിന് ശേഷം പിന്നെ മറ്റുള്ള തെയ്യങ്ങളൊക്കെ മുച്ചോട്ട് ഓതി കിട്ടി, കവിനൂറ് വീരം കെട്ടി. ഇപ്പൊ വഴിക്കൂട് പോയി കൃഷ്ണപെരുമാളുടെ മറ്റേ കളരി അഭ്യാസങ്ങൾ പഠിച്ചു. അപ്പൊ തച്ചോളി മാണിക്കൂത്ത് പോയി വടകര, തച്ചോളി മാണിക്കൂത്ത് പോയിട്ട് പിന്നെ തച്ചോളി വേദനം കെട്ടി. പിന്നെ കണ്ണൂര് പയ്യമ്പള്ളി ചന്തു എന്നൊരു തെയ്യമുണ്ട്. അതിലൊക്കെ കളരി അഭ്യാസമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിനോടുകൂടിയാണ് കരുവനൂർ വീരൻ തെയ്യം കെട്ടുന്നത്. ആ കരുവനൂർ വീരൻ എന്ന് പറഞ്ഞാൽ ചുഴലി ചെണ്ടപ്പെരുണ്ട എന്നൊരു ഒരാളുണ്ടായി. അയാളെടുത്താണ്, അയാള് കൊടകലെല്ലാം നടന്നു പോയ വ്യക്തിയാണ്. കൊടകിലേക്ക് കരുവനൂർ വീരന്റെ ആരുടെ സ്ഥലം മാങ്ങാടാണ്. അവന്റെ ജന്മനാട് മാങ്ങാടാണ്. അവിടെ നിന്ന് ഇവൻ കൊടകിലേക്ക് പോയതാണ്. ചങ്ങാതിമാരെ കൂടെ അച്ഛനോട് എന്തോ ചെറിയൊരു വൈരാഗ്യം വന്നിട്ട് നാട് വിട്ട്, പണ്ട് കാലത്ത് നാട് വിട്ട് പോകണ്ടല്ലോ. അപ്പൊ അങ്ങനെ ചങ്ങാതിമാരെ കൂടെ നാട് വിട്ട് പോയപ്പോ വൈക്കുന്ന ചങ്ങാതിമാർ ഇയാളെ ഒഴിവാക്കി. ഒഴിവാക്കിയപ്പോൾ ഇവൻ വെച്ചാൽ ഇവരെ കൂട്ടിയിട്ട് പോയാൽ ഇവർക്ക് എന്തെങ്കിലും പേരുദോഷം വരണ്ടാച്ചിട്ട് അവർ ഇവനെ ഒഴിവാക്കിയതാണ്. പക്ഷെ ഇവൻ എന്തായാലും പറഞ്ഞു ഇനി ഞാൻ മടങ്ങി ഇങ്ങോട്ട് വരുന്നില്ല എന്നിട്ട് അതേ പറഞ്ഞ് നേരെ കൊടകിലേക്ക് പോയി. അപ്പൊ അവിടെ അമ്മാവന്റെ വീടുണ്ട്. അവിടെ പോയി അവിടുന്ന് ആടെ നിന്ന് പിന്നെ നമുക്ക് കൃഷിയെല്ലാം ചെയ്ത് കുറച്ച് പൈസ എല്ലാം ആക്കി. അപ്പോൾ ഒരു കല്യാണം കഴിക്കണം തോന്നി. അങ്ങനെ കല്യാണം കഴിച്ചു. അങ്ങനെ വേളാർകോട്ട് പോയി ചെമ്പരത്തിന് കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ച് വന്നതിന് ശേഷം കൊടകരും മലയാളികളും തമ്മിലുള്ള ഒരു സ്പർദ്ധത ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്തെ പണ്ടേ ഒരു ഇതുണ്ടല്ലോ, കൊടകരുമായിട്ടുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പൊ ആ ഒരു യുദ്ധത്തിൽ ജയിച്ചപ്പോ അവന്റെ ചെറുവിരൽ നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു വിരൽ പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ അവന്റെ ഒരു അംഗം നഷ്ടപ്പെട്ടുവല്ലോ. അപ്പൊ പിന്നെ നമുക്കൊരു പേര് ദോഷം ഉണ്ടാവും. ഇപ്പൊ കാലുകൈകളെ മൊടോൻ വിളിക്കുന്നില്ലേ, മൊടോൻ കൃഷ്ണൻ അല്ലെ മൊടോൻ നാരായണൻ അങ്ങനെ പറയല്ലോ. അപ്പൊ ആ ഒരു പേര്, ഒരു വിരൽ നഷ്ടപ്പെട്ടാൽ പിന്നെ എനിക്ക് എൻ്റെ അംഗഭംഗത്തിന് ആ പേരിനൊരു ഇത് വരും. അതുകൊണ്ട് ഇനി ഞാൻ ജീവിച്ചിരിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് യുദ്ധകളത്തിലേക്ക് വീണ്ടും പോകുന്നു. അങ്ങനെ മരിച്ചിട്ടുണ്ടായതാണ് കരുവനൂർ വീരൻ. അപ്പോൾ അതിനുമായിട്ട് നമ്മൾക്ക് കുറച്ച് അഭ്യാസങ്ങളൊക്കെ വേണം. അതിനാണ് ഈ ചുഴലി ചെണ്ടപ്പെരുമാളിനെ എടുത്തു പോയി അതിന്റെ ആ അടിസ്ഥാനമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടുന്ന് പഠിച്ച് അപ്പോൾ കളരിയായിട്ട് ബന്ധപ്പെട്ടു. രണ്ടും കൂടി ചേർന്നപ്പോൾ നല്ലൊരു പിന്നെ ഇത് കാഴ്ചവെക്കാൻ കഴിഞ്ഞു എനിക്ക്. അപ്പം അതിൽ തന്നെ ഒരു 300-ലധികം കരുവനൂർ വീരൻ കെട്ടിക്കഴിഞ്ഞു. തുടർച്ചയായിട്ട് കെട്ടിയത് വെച്ചാൽ കരുവനൂർ വീരന്റെ രണ്ടാമത്തെ ചലം. പിന്നെ ആ തെയ്യം ദൈവമായതിനു ശേഷം അവരൊന്ന് കൊടകിലേക്ക് ഈ ഇവിടുന്ന് പോയ ആൾക്കാരെ കൂടെ ദൈവം അങ്ങനെ ഇങ്ങോട്ട് തന്നെ വന്നു എന്നാ പറയുന്നത്. അപ്പൊ ആദ്യം വന്ന വീട് ആമേരി വീട് എന്ന് പറയും, മട്ടന്നൂരാണ്. ആമേരി വീട്ടിൽ കയറി ചെന്നു. അങ്ങനെ ആമേരി തണ്ടിയാനുണ്ട്. ഇവരെല്ലാം കച്ചവടത്തിന് പോയതാണ്. അപ്പൊ 4 പേർ തണ്ടിയാന്മാർ പോയി. അപ്പൊ അതിലൊരു ആമേരി തണ്ടിയാനുണ്ട്. അപ്പൊ അവരെ കൂടെ അപ്പോൾ ഇയാൾ അവിടെ എത്തിയപ്പോൾ തെയ്യത്തിന്റെ ഇതൊക്കെ അറിയുന്നതിനെ പറ്റിയിട്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ആളാണ്. അപ്പൊ അയാൾ ഇവിടെ വന്ന് വീരവൃത്തി വെച്ചിട്ട് ദൈവമായതാണ്. അപ്പോൾ ആ ദൈവത്തെ നമുക്ക് കിട്ടി, നമുക്ക് കൂട്ടാരെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവരെ കൂടെ വരുമെന്ന്. അങ്ങനെ ഈ ആമേരി വീട്ടിലെത്തിയപ്പോൾ അവിടെ ആമേരി വീരനായി. കരുവനൂർ വീരന്റെ രണ്ടാമത്തെ സ്ഥാനം ആമേരിയാണ്. കരുവനൂരും ആമേരിയും 2 സ്ഥാനത്ത് മാത്രമാണ് ഇയാൾ പേരില്ലു. ബാക്കിയുള്ള പിന്നെ എല്ലാ പള്ളിറകളും ഉണ്ടെങ്കിലും പക്ഷെ ഇത് രണ്ടാമത് പേര് കേട്ട പള്ളിറ. കരുവനൂരും ആമേരിയും 2 സ്ഥാനത്ത്. അപ്പൊ ആ ആമേരി വീട്ടിൽ തന്നെ 28-ലേറെ തെയ്യം അവിടെ തന്നെ 28 വർഷം തുടർച്ചയായിട്ട് അവിടെ തെയ്യം കഴിച്ചു. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനപ്പേര് കിട്ടി. അത് കഴിഞ്ഞതിന് ശേഷം അതിനാ ഫോക്ലോർ പിന്നെ എല്ലാവർക്കും ഇങ്ങനെ അവാർഡുകൾ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യം അങ്ങനെയുള്ള ഒരു അവാർഡ് എന്ന് പറഞ്ഞാൽ ഗുരുപൂജ അവാർഡ് ആദ്യം 2009. അപ്പൊ അത് അന്ന് നമുക്ക് എനക്കും എന്റെ ഗുരുനാഥനും കിട്ടിയത്. നമുക്ക് ഒന്നിച്ചിട്ടാണ് അത് കിട്ടി, ഒരുമിച്ചിട്ട് ഗുരുനാഥൻ അവാർഡ് കിട്ടി, എനിക്ക് ഗുരുപൂജ കിട്ടി ആ സമയത്ത് തന്നെ. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്കുള്ളൊരു ആഗ്രഹം എന്താണ്, അതിന് ഒരു ഫെലോഷിപ്പ് കിട്ടും. അതിൽ
അപ്പൊ അത് ഫെലോഷിപ്പ് കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഫോക്ലോറിന്റെ എല്ലായി. ഫോക്ലോറിന്റെ അവസാനത്തേതാണ് ഫെലോഷിപ്പ്. അപ്പോ 2017 ആയപ്പോ അതും കിട്ടിയപ്പോ പിന്നെ ഒരു ആഗ്രഹം തോന്നിയത് പിന്നെ ഇനിയിപ്പോ കിട്ടാനില്ല, നമുക്ക് രാജ്യത്തിന്റെ ബഹുമതിയാണ് കിട്ടുന്നുണ്ട്. അത് കിട്ടണമെന്ന് നമുക്കൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമുക്ക് നേരിട്ടായിട്ട് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന് പിന്നെ ഇപ്പം നമ്മളെ മുരളി മോഹനൻ അവര് പിന്നെ കഥയിൽ എഴുതിയപ്പോ അത് എങ്ങനെയാണ് അതിനൊരു അംഗീകാരം വന്നതിനെ പറ്റി നമുക്ക് അറിയില്ല. അപ്പൊ അവരാണ് അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തത്. അപ്പോ എന്തോ ഒരു ഭാഗ്യം, കഷ്ടപ്പാടും നമ്മളെ ചെയ്ത നമ്മളെ അനുഭവം നമ്മള് എന്താന്ന് വെച്ചാൽ അത് നമ്മൾ ഉൾക്കൊണ്ട് അതിന്റെ ആ ഒരു പിന്നെ നമ്മളെ ദൈവത്തിന്റെ ഒരു ശക്തി. ഇപ്പൊ നമ്മളിപ്പോ ദൈവമായിട്ട് മാറില്ലേ, അപ്പൊ കോലം കെട്ടിക്കഴിഞ്ഞാൽ ദൈവമായിട്ട് മാറുമെന്ന്. അപ്പൊ അതിലുണ്ടാകുന്ന നമ്മളെ അനുഭവം, ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ദൈവത്തിന്റെ നമ്മളെ ഇതിപ്പോ രാവിലെ 5 മണിക്ക് ഇറങ്ങി തെയ്യം രാത്രി 8 മണി 9 മണിക്കല്ലാതെ കഴിയുക. അപ്പൊ അത്ര വരെ നമ്മൾ ഈ സഹനശക്തി വേണ്ടി നമുക്ക് അതൊക്കെ സഹിച്ച് ഇപ്പം മുച്ചിലോട്ട് പോയി 2 മണിക്ക് മുടി വെച്ചാല് രാത്രി 1 മണിക്ക് 2 മണിക്കല്ലാന്ന് മുച്ചിലോട്ട് പോയി കഴിയുക. നേരത്തോട് നേരാണ് നമ്മൾ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അതിനാ വാർത്ത ദേവന്മാരും മറ്റുള്ളവരും എല്ലാവരും അതിനാ ഒരു അംഗീകാരമായിട്ട് സ്വീകരിച്ചപ്പോ രാജ്യം നമുക്ക് അങ്ങനെ ഒരു അംഗീകാരം കൂടെ തന്നു. ഇനി നമുക്ക് ഇനിയൊന്നും കിട്ടാനില്ല. ഇപ്പൊ 4ാം സിവിലിയൻ ബഹുമതിയാണ്, രാജ്യത്തിന്റെ പരമോന്നതമായിരിക്കുന്ന ബഹുമതിയുടെ 4ാമത്തേതാണ് പത്മശ്രീ. അത് നമുക്ക് വാങ്ങാനുള്ള ഒരു ഭാഗ്യം അത് നമ്മുടെ അച്ഛന്റെയും ഗുരുകാരണന്മാരെയും ആ പാരമ്പര്യത്തിന്റെയും ഒരു ശക്തി തന്നെയാണ്. ആ ദേവന്മാരെ നമ്മൾ ദേവന്മാരെ എല്ലാ ദേവന്മാരെയും നമ്മുടെ ആ പിന്നെ ഉച്ചാരണത്തിലൂടെ നമ്മൾ ഉപാസിക്കുന്നതുകൊണ്ട് അവരുടെ എല്ലാം ഒരു അനുഗ്രഹമായിരിക്കാം ഈ പത്മശ്രീ എനിക്ക് കിട്ടിയതെന്നാണ് എനിക്കിപ്പം പറയുന്നത്. അതുമാത്രം നമ്മുടെ സമുദായത്തിന് തന്നെ ഏറ്റവും വലിയൊരു അംഗീകാരമായിട്ടാണ് സമുദായത്തിനുള്ള അംഗീകാരം. നമ്മളെ കോലം കെട്ടുന്നവർ ഇപ്പൊ എല്ലാ സമുദായക്കാരും കോലം കെട്ടുന്നുണ്ട്. ആ കോലം കെട്ടുന്നവർക്കെല്ലാം കിട്ടിയ ഒരു അംഗീകാരമായിട്ടാണ് ഇതിനെ ഇപ്പൊ ഞാൻ കാണുന്നത്. നാരായണേട്ടാന്ന് വിളിച്ചൂടെ എനിക്ക്? നാരായണേട്ട, പിന്നെ നിങ്ങൾ ഈ പരിപാടിക്കൊക്കെ പോകുമ്പോഴും അതുപോലെ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതിന്റെ സഹായികളായിട്ട് എങ്ങനെ ആരെങ്കിലും കൂടി ഉണ്ടാ? ഞങ്ങളെ ഈ പുരാവൃത്തം തെയ്യത്തിന്റെ പുരാവൃത്തം തേടിയിട്ട് ഒരുപാട് യാത്രകൾ ചെയ്യാത്ത മുത്തപ്പൻ്റെ കതിർന്നൂർ വീരന്റെ അങ്ങനെ യാത്രകളൊക്കെ നടത്തുമ്പോൾ ഒരു 4-5 സുഹൃത്തുക്കളുണ്ട് എനിക്ക്. അതെന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ ഗിരീഷ് പൂക്കോത്ത് എന്ന് പറഞ്ഞ ആളാണ്, ഒന്ന് ഗോകുലേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇന്റിമേറ്റ് നമ്മുടെ ക്ലാസ്മേറ്റാണ്, പിന്നെ ഒരു പ്രേമരാജൻ, അതുപോലെ തന്നെ ഷൈജു വത്സൻ. അപ്പോൾ പുള്ളി ഈ തെയ്യത്തിന് മിനിയേച്ചറിൽ പല രൂപങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. അയാൾ കുറെ കാലം ഗൾഫിലെല്ലാം പോയി വന്ന് പിന്നെ നാട്ടിൽ വന്നതിന് ശേഷം നമ്മളായിട്ട് ഇങ്ങനെ ഒത്തുകൂടി. അപ്പോൾ ഒത്തുകൂടിയപ്പോൾ നമ്മൾ ഏത് യാത്ര പോകുമ്പോൾ നമ്മൾ പിന്നെ ഓരോ ഇതിലായിട്ട് ഇങ്ങനെ പോകും. അപ്പോൾ നമ്മളെ മിഥു എന്ന് പറഞ്ഞിട്ട് ഒരു ചങ്ങായിണ്ട്, മിഥു ഫോട്ടോഗ്രാഫറാണ്. ചിലവൻ ഫോട്ടോ എടുക്കാനുള്ള ഓരോ വരുക നമ്മളെ കൂടെ. അപ്പോൾ ഇപ്പം എന്ന് വെച്ചാൽ നമ്മൾ എവിടെ ഒരു ആദരവ് വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എവിടെയായാലും എന്തെങ്കിലും ഒരു യാത്ര പോകുമ്പം പിന്നെ നമ്മൾ ഷൈജു പിന്നെ ആർക്കാണെങ്കിലും താല്പര്യം ചില അവരെ നമ്മൾ കൂട്ടും. അപ്പോൾ എല്ലാവർക്കും എല്ലാ സമയത്തും വരാൻ പറ്റില്ല, സൗകര്യം നോക്കണം. അപ്പൊ അവർക്ക് വീട്ടിലെ സൗകര്യങ്ങളും മറ്റുള്ളതെല്ലാം നോക്കണം. ഇപ്പൊ നമ്മൾ ഡൽഹിയിൽ തന്നെ ഇപ്പം നമ്മൾ ഈ പിന്നെ ഇത് വാങ്ങാൻ പോകുമ്പോൾ പിന്നെ ഈ മുരളി മോഹൻ എന്ന് പറഞ്ഞു അയാളാണ് നമ്മളെ ഈ എല്ലാ കാര്യങ്ങളും എന്നെ പറ്റിയുള്ള നോവലൊക്കെ എഴുതിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളിയെ നമ്മൾ വളരെ 10-30 കൊല്ലം മുമ്പേ ഒരു ബന്ധമാണ്. അപ്പൊ പുള്ളി ആദ്യമായിട്ട് എന്റെ തെയ്യം കാണും 30 കൊല്ലം മുമ്പേ ഒരു കരുവനൂർ തെയ്യം കാണുന്നു. അപ്പോൾ ആ നോവൽ എഴുതുമ്പോൾ ഇയാൾ ഈ 30 കൊല്ലം മുമ്പേ കണ്ട ഒരു തെയ്യത്തിന്റെ ആസ്പദമാക്കിയിട്ടാണ് ഇയാൾ ഈ നോവൽ എഴുതുന്നത്. അപ്പൊ എഴുതി കഴിഞ്ഞ ക്ലൈമാക്സിൽ എത്തിയപ്പോ എന്നോട് പറഞ്ഞു, നാളെ ഞാൻ പിന്നെ ഇങ്ങനെ 30 കൊല്ലം മുമ്പേ ഇങ്ങനെ ഒരു തെയ്യം കണ്ടിന്, അത് പിന്നെ ഇന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. ആരാന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ ആ തെയ്യം കണ്ടു ഇന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. സ്ഥലം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ആ തെയ്യം ഞാനാണ്. നാരായണ എനിക്കത് എന്റെ മനസ്സിന്ന് അത് ആ തെയ്യം മേടി പോയിട്ടില്ല, അത് വെച്ചിട്ടാണ് ഞാൻ പുസ്തകം എഴുതാൻ തന്നെ കാരണം. അതായത് മുരളി മോഹനൻ പിന്നെ അതുപോലെ ഈ 4-5 സുഹൃത്തുക്കള് എന്റെ കൂടെ എപ്പോൾ ഉണ്ടാവും. ഇപ്പൊ നമ്മളിപ്പോ കരുവനൂർ ചങ്ങാതിമാരെ പോയി പറഞ്ഞില്ലേ, മണ്ണപ്പന്റെ കൂടെ ചങ്ങാതിമാര് പോയി പറഞ്ഞ പോലെ ഇവര് 4 എന്റെ കൂടെ എപ്പം എല്ലാ പരിപാടിക്കും ഉണ്ടാവും. പിന്നെ ഒരാൾക്ക് ഓരോ സാഹചര്യത്തിനനുസരിച്ച് ഒരു മോളൊക്കെ ഡൽഹിയിൽ പോകുമ്പോൾ പിന്നെ നമ്മള് പിന്നെ ആദ്യം മുരളി മോഹൻ അയാളാണ് ഇതിന്റെ ആള്. പിന്നെ ഒന്ന് നമുക്ക് ആദ്യത്തെ മറ്റൊരു കാര്യങ്ങൾ സംസാരിക്കണമെങ്കിൽ നമുക്ക് ഹിന്ദി ഇതൊന്നും നമുക്ക് സംസാരിക്കാൻ പറ്റുമല്ലോ. അപ്പൊ അതിന് പറ്റാവുന്ന ഒരാളാണ്. അപ്പൊ അവർ പറഞ്ഞു വെച്ചാൽ നമുക്ക് ഒരാൾക്ക് എല്ലാ എക്സ്പെൻസും നമ്മൾ കൊടുക്കും, പിന്നെ ഒരാൾക്കും കൂടെ അതിൻ്റെ ഉള്ളിൽ പ്രവേശനമുണ്ട്, അതിന്റെ എക്സ്പെൻസ് നിങ്ങൾ വഹിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 3 ആൾക്ക് വരാം. അങ്ങനെയാണെങ്കിൽ ഞങ്ങള് ആദ്യം തന്നെ നമ്മളെ മണിയേട്ടനോട് ചോദിച്ചു. അപ്പൊ മണിയേട്ടൻ പറഞ്ഞു മൂപ്പർക്ക് ഭയങ്കര താല്പര്യം വരണമെന്ന്. അപ്പൊ പിന്നെ മണിയേട്ടൻ പറഞ്ഞു ഞങ്ങൾ 3 ആളാണ് ഡൽഹിക്ക് പോയത്. അപ്പൊ ബാക്കിയുള്ള എല്ലാ പരിപാടി വരുമ്പം ഷൈജു, ഈ ഗിരീഷും, ഈ മിഥു, ഇങ്ങനെയില്ല ഇവരെല്ലാവരും എന്റെ കൂടെ തന്നെ എപ്പോൾ ഉണ്ട്. അതിലൊരാളാണ്
പിന്നെ ഷൈജു അദ്ദേഹം ഷൈജു ഇവിടെ ഉണ്ട്, നമുക്ക് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം. ഇതാണ് നമ്മളെ ഷൈജു വത്സൻ. പിന്നെ ഇയാളെ വീട്ടില് തൊണ്ടച്ചൻ തെയ്യം, കരിഞ്ചാവണ്ടി, കടറാറുകാലം, കുടിവീരൻ, പിന്നെ പൊട്ടൻ തെയ്യം, ഇതൊക്കെ ഇയാളെ വീട്ടിലെ തെയ്യങ്ങളാണ്. വീട്ടിൽ സ്വന്തമായി തെയ്യമില്ലതാ തറവാട് ക്ഷേത്രം. അപ്പൊ അവിടെ ഇപ്പൊ 2 കൊല്ലമായിട്ട് ഇപ്പം വയനാട്ട് പോലും ഞാൻ കഴിക്കുന്നത്. അതേപോലെ മുമ്പേ കഴിച്ചില്ലെന്ന് ചെയ്യും. മുമ്പേ ഞാൻ കുടിവീരനൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ സാഹചര്യത്തിനനുസരിച്ച് നമ്മളിങ്ങോട്ട് മാറി. അപ്പൊ ഇപ്പം പിന്നെ നമ്മളൊരു കൂടുതൽ ബന്ധപ്പെട്ടതിന് ശേഷം ഇപ്പം തൊണ്ടച്ചൻ 2 കൊല്ലമായിട്ട് ഞാൻ തന്നെയാണ് കെട്ടുന്നത്. അപ്പൊ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഷൈജു നമ്മളെ ഒപ്പരം കൊടുത്തന്നെ ഉണ്ടാവും. ഏറെ പോകുമ്പോ വണ്ടി ഓടിക്കാനായാലും വണ്ടി എടുക്കാനായാലും ഇപ്പൊ നമ്മൾ അവാർഡ് കിട്ടിയ സമയത്ത് തന്നെ അവന്റെ സ്വന്തം വണ്ടി എടുത്തിട്ടാണ് നമ്മൾ ഒരുപാട് സ്ഥലത്തെല്ലാം പോയി. അപ്പൊ ഇപ്പൊ നിർമ്മോഹനത്തിന് പോകുമ്പോ മൂപ്പറെ വണ്ടി എടുത്തിട്ട് ഓരോ സ്ഥലങ്ങളിൽ പോയി. അതേപോലെ നമ്മളെ വണ്ടി എടുക്കും. അപ്പൊ അങ്ങനെ നമ്മൾ എപ്പോഴും നമ്മളൊരു നമ്മളുടെ ഏട്ടനെ പോലെ നമ്മൾ ഒന്നിച്ചൊരു കുടുംബം പോലെ നമ്മൾ എല്ലാവരും എല്ലാ സമയത്തും ഒത്തുകൂടും. വൈകുന്നേരം നമ്മൾ ഒന്നിച്ച് ഒത്തുകൂടും. അപ്പൊ അങ്ങനെയല്ല നമ്മൾ സൗഹൃദ കൂട്ടായ്മ ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരുപാട് അവാർഡെല്ലാം കിട്ടുമ്പോൾ നമ്മളന്ന് ആദ്യം പോയിട്ട് അവരെ അനുമോദിക്കും. ഇപ്പൊ ആർക്കെങ്കിലും പിന്നെ പോക്കുലർ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ ആദ്യം എത്തുന്നത് ഞങ്ങളായിരിക്കും. ഒരു പ്രേമരാജനുണ്ട്, അയാൾ നമ്മുടെ കണ്ണൂർ വീടിന്റെ പിന്നെ ഈ ചൊല്ലുവിളി നടത്തുന്നതാണ്. അയാൾ നമ്മുടെ കൂടെ എപ്പോഴും നമ്മളെ ഈ നമ്മൾ അനുഗമിച്ചുകൊണ്ടുണ്ടാവും നമ്മുടെ കൂടെ തന്നെ. അതാണ് നമ്മുടെ ഒരു കൂട്ടായ്മ, ഒരു സൗഹൃദ കൂട്ടായ്മ. ഒരു തളിപ്പറമ്പില്ല. ഏത് പിന്നെ ആൾക്ക് അവാർഡ് കിട്ടിയാലും ആദ്യം എത്തുന്നത് നമ്മളാണ്. ഇപ്പൊ നമ്മളെ അതിയടം കുഞ്ഞിരാപ്പെരുണ്ടാന് മറ്റേ വിഷ്ണുപൂരിന്റെ അവർ അവാർഡ് കിട്ടി. പിന്നെ വൈബി കണ്ടം മാഷ്ക്കും ആദ്യം പോയത് ഞങ്ങൾ കണ്ട നമ്മളെ ഈ കൂട്ടായ്മയാണ് ആദ്യമായിട്ട് അവരെ ആദരിച്ചത്. അപ്പൊ അങ്ങനെ അവര് നമ്മളോടുള്ള എല്ലാ സപ്പോർട്ടും നമുക്ക് എന്ത് വേണ്ടിയെങ്കിലും എല്ലാം ഇന്ന് ചെയ്യണം, ഇതിന് നാളെ പോകണം, അത് ചെയ്യണം എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മളെ സഹായിക്കുന്ന നമ്മളൊരു ചങ്ങായിമാരാണ് നമ്മളെ ഇട്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ഷൈജു വത്സൻ. നിങ്ങൾ എന്നാ ചെയ്യുന്നത്? മിനിയേച്ചർ അപ്പൊ നമ്മള് ആര് പറഞ്ഞാലും ഉണ്ടാക്കി കൊടുക്കും, അല്ലെങ്കിൽ അത്യാവശ്യമുള്ളവർക്ക് ചെയ്തു കൊടുക്കും, നല്ല രീതിയിൽ സൂക്ഷിക്കുന്നവർക്ക് ചെയ്തു കൊടുക്കും. അമ്പലങ്ങളിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കിപ്പിച്ചിട്ടുണ്ടോ? ക്ഷേത്രങ്ങളിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല, പക്ഷെ ഞാൻ കുറച്ച് ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ സമർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ചെയ്യാറുണ്ട്. ഇതേപോലെ അവാർഡ് കിട്ടുന്നവർക്ക് ഇങ്ങനെ ഉപഹാരം പോലെ ചെയ്തു കൊടുക്കുന്നു. അപ്പോ അതില് ഏതെങ്കിലും ഒരു പ്രമുഖനായ വ്യക്തിക്ക് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? അതില് പ്രധാനപ്പെട്ടത് നാരായണ പെരുമാനാണ്. നമ്മുടെ നാട്ടില് വെച്ചോട്ട് ക്ഷേത്രം ഉണ്ട്. അവിടെ ബാലി 50 വർഷം തുടർച്ചയായിട്ട് കെട്ടി. അപ്പോ അതിന്റെ ഭാഗമായിട്ട് ഒരു ബാലിന്റെ പ്രതിമ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് കാണാം വഴിയെ. പിന്നെ അതുപോലെ സുരേഷ് ഗോപി, ഇത് നമ്മളെ നടൻ ഇപ്പോഴത്തെ MP, അദ്ദേഹത്തിനിടയിൽ കൊടുത്തിട്ടുണ്ട്. അത് ഒരു നേരത്തെ പറഞ്ഞ മുരളി മോഹൻ എന്ന് പറഞ്ഞ അവർ ആവശ്യപ്രകാരം ചെയ്തു കൊടുത്തത്. അവരൊരു പുസ്തക പ്രകാശനത്തിന്റെ പ്രതിവിനോറിയിലും ദൈവം കനലാടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തക പ്രകാശനം സുരേഷ് ഗോപിയെ നിർവഹിച്ചു കണ്ണൂർ വെച്ചിട്ട്. അപ്പൊ ആ ഒരു വേദിയിൽ വെച്ചിട്ട് അവർക്ക് ഉപഹാരം. അപ്പൊ അവർക്ക് കൊടുത്തത് നിങ്ങൾ നേരിട്ടാണ്? അല്ല, അത് അന്ന് ടി പത്മനാഭൻ എന്ന കഥാകൃത്താണ്. അത് കഴിഞ്ഞിട്ട് സുരേഷ് ഗോപി നിങ്ങളെ അത് കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഞാനും നാരായണേട്ടനും കൂടിയിട്ട് അദ്ദേഹത്തിന് പോയിട്ടുണ്ട്. അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞിരുന്നോ? കുഴപ്പമില്ല, നല്ലതായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണല്ലേ. അപ്പൊ നമുക്കെന്നാല് ആ ഇതൊന്ന് കണ്ടാലോ? ഇവിടെ നമ്മളെ ഇദ്ദേഹത്തിന് കൊടുത്തത് ഉണ്ടാവില്ല, അതൊന്ന് കണ്ടാലോ? നമുക്കതൊന്ന് കാണാലോ. അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങൾ കാണിച്ച ഇതാണ് ശില്പം കേട്ടോ. നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. ബാലി തെയ്യം കണ്ടവർക്ക് അറിയാം അതിന്റെ ഒരു ശരിക്കും ബാലി തെയ്യം മുന്നിൽ വന്ന് ഇന്ന പോലെ തന്നെ ഉണ്ട് കാണാൻ. വാലു കളർ എല്ലാം അത് എന്റെ തെയ്യം പോലെ തന്നെ ഉണ്ട്. അതാണ് എന്റെ അതിനുള്ള ഏറ്റവും വലിയൊരു നമുക്ക് അതിൽ അഭിമാനിക്കാൻ വരുന്നത്. ഞാൻ കീഞ്ഞ ബാലി പോലെ തന്നെ അത്രയും അതിന്റെ ആ മനോഹരമായിരിക്കുന്ന ആ കാര്യങ്ങള്. അതായത് നമ്മൾ എന്തൊക്കെയാണോ നമ്മൾ ആ തെയ്യത്തിൽ പിന്നെ ചേർക്കുന്നത് അതെല്ലാം കൃത്യമായിട്ട് അതിൽ അടങ്ങിയിട്ടുള്ള ഒരു തെയ്യായിട്ടാണ്. ഇപ്പൊ ഞാൻ തെയ്യം കെട്ടി കീഞ്ഞ പോലെ, പക്ഷെ അതിന്റെ ചെറുപ്പം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ബാലി കീഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക? അതേ രൂപം മനസ്സിൽ ചെറുതാക്കി എടുത്തിട്ട് അതിനെ അങ്ങനെ ആക്കി കൊണ്ടിരിക്കല് ഒരുപാട് കഴിവ് തന്നെയാണ്. ഞങ്ങൾക്ക് പോലും ചില വലിയ ഒരാളെ തെയ്യം കെട്ടിക്കുക എന്നല്ലാണ്ട് നമുക്ക് അങ്ങനെ ഒരു സാധനത്തിൽ ആ ചെറുതാക്കി മാറ്റാൻ നമുക്ക് ഒരിക്കലും പറ്റൂല. അത് ആ ഒരു പിന്നെ വ്യക്തിയുടെ കഴിവ് തന്നെയാണ്. അതിനെ വളരെ അഭിമാനമായിട്ട് നമുക്ക് പിന്നെ പറയേണ്ടത് അതാണ് അതിന്റെ കാര്യം. ചില ആ തെയ്യത്തിനാ ഇപ്പൊ നമ്മളൊരു മനുഷ്യനെ കെട്ടിക്കുന്ന തെയ്യം പോലെയല്ല. മനുഷ്യനെ കെട്ടിക്കാൻ നമുക്ക് എല്ലാം റെഡിമെയ്ഡ് ആയിട്ട് സാധനങ്ങളുണ്ട്.
ഒരാൾക്ക് കെട്ടേണ്ട പിന്നെ അതിന് കിടക്കാനുള്ള സാധനങ്ങൾ. പക്ഷെ ഇയാളെ സംബന്ധിച്ചിടത്തോളം അതിനെ എത്രത്തോളം ചെറുതാക്കിയിട്ട് ആ രൂപത്തിൽ അതിന്റെ അതേ മാതൃകയില് ചെറുതാക്കിയിട്ട് അതിന് ഒരു മാറ്റം അതല്ല പറയുന്നത്. അപ്പൊ അതാണല്ലോ അയാളെ കഴിവ്. അതിനെ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ അംഗീകരിക്കുന്ന അതാണ്. ആ തെയ്യത്തിന് അതേപോലെ അതിപ്പോ പൊട്ടൻ തെയ്യത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. വളരെ ചെറുതാക്കിയിട്ട് എങ്ങനെ ആക്കണോ ആ രൂപത്തിലേക്ക് അതിനെ ആക്കിയെടുക്കാനുള്ള ഒരു അപാര കഴിവ്, അതൊരു കഴിവ് തന്നെയാണ്. അതിന് അധികം അറിയപ്പെട്ടില്ലെന്നോ അല്ലേ? ഉണ്ടാ അതെയാ? ഓ ഇത് നമ്മളെ അപ്പൊ അറിയാതെ നമ്മളെ തെറ്റ്. അപ്പൊ അറിയാത്തവര് ഇത് അറിയണം കേട്ടാ. അല്ല അതിപ്പോ നമ്മളിവിടെ കുറെ ഭാഗം പറഞ്ഞു, ഒരുപാട് ആൾക്കാർ അറിഞ്ഞു. ഇനിയിപ്പം ഇനിയും പുറത്തേക്ക് പോകാൻ ഒരുപാട് സാധ്യതകളുണ്ട്. ഇതേതാണ് ആള്. ഇത് വെച്ചാല് ചെറിയ കാര്യമൊന്നുമല്ല, എല്ലാവർക്കും ആർക്കും ശരിക്കും നടക്കൂല. മിനിയേച്ചർ വർക്ക് പൾപ്പിലെല്ലാം ഒരുപാട് ആളുകൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ആ തെയ്യത്തിന്റെ മെറ്റീരിയൽ പോലെ തന്നെ അതേ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് എന്റെ കണ്ണ് വെള്ളീന സത്യം പറഞ്ഞാല്. അത് ഞാൻ കരിയാത്തിന്റെ എല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് ഒറിജിനൽ തെയ്യല്ല ഫോട്ടോയില് കാണിച്ചു തന്നെ കേട്ടാ. അപ്പോ അത് കണ്ടിട്ടും എന്തായാലും ആ ഒരു കഴിവിനെ നമുക്ക് അംഗീകരിച്ചേ പറ്റൂ. കഴിവിനെ അംഗീകരിച്ചേ പറ്റൂ. കഴിവിനെ അംഗീകരിക്കണല്ലോ, നമുക്ക് പറ്റാതെ മറ്റുള്ള നമുക്ക്. ഞാൻ പറയും ഇപ്പൊ നമ്മളിപ്പോ ഏത് തെയ്യം പാടുന്ന നമ്മൾ കെട്ടിക്കൊടുക്കും, ഒരു മനുഷ്യനെ കെട്ടിക്കൊടുക്കും. പക്ഷെ നേരെ നമുക്ക് അതുപോലെ ആക്കാൻ പോകണമെന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ പ്രയാസമാണ്. അതായത് ഒരു മനുഷ്യന്റെ ശരീരത്തിനാണ് അതിന്റെ ആ പാകത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അതേ രൂപത്തിൽ ആ സാധനം ഉണ്ടാക്കിയിട്ട് കെട്ടിക്കൊണ്ടിട്ട് അതിനൊരു മാറ്റം വരുത്താതെ. അതാണ് അതിന്റെ പ്രത്യേകത. അതായത് നമുക്ക് അത് ഞാൻ പറഞ്ഞില്ല, ഒരു തെയ്യത്തിന് കെട്ടിക്കാൻ നമുക്ക് നിമിഷം കൊണ്ട് കഴിയും. പക്ഷെ നമുക്കിത് ആ ഒരു രൂപത്തിലേക്ക് ആക്കി എടുക്കട്ടിക്കല് ആ ഒരു പ്രത്യേക മെന്റാലിറ്റിയാണ്. അതിനെ നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റൂല. ഇതുകൂടാണ്ട് ഇവിടെ വേറെ ഒന്നും ചെയ്തു വെച്ചിട്ടില്ലല്ലേ? കാണിച്ചു കൊടുക്കുക ഇവർക്ക് ബാക്കിയെല്ലാം വീട്ടില് ഒരുപാട് വർക്ക് ഇപ്പൊ ഏതൊന്നും ചെയ്തോണ്ടിരിക്കുന്നുണ്ട് കാർഷിക സർവകലാശാല കൊടുക്കാൻ വേണ്ടിട്ട്. ഭയങ്കര സംഭവമാണ്. ഒരാൾക്കും അതുകൊണ്ട് തെയ്യം അയാൾ കണ്ടിട്ടില്ല. ഇയാളൊരു പ്രത്യേകത ഏതാണ്. അതായത് ഇപ്പൊ നമ്മൾ തെയ്യം കണ്ടിട്ടാണെങ്കിൽ നമുക്ക് അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ രൂപങ്ങളും അതിന്റെ ഭാവങ്ങളും എന്ന് വെച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ആ തെയ്യത്തിന് കാണണ്ടേ? ഇതല്ല, തെയ്യത്തിന് ഫോട്ടോ കാണിച്ചിട്ട് ഈ തെയ്യത്തിന് ഉണ്ടാക്കി തന്നെ എന്ന് പറയുമ്പോ അതൊരു അപാര കഴിവല്ലേ. നമ്മളിപ്പം തെയ്യത്തിനെ കണ്ടു, തെയ്യം കണ്ടിട്ടിപ്പം വാലിനെ കണ്ടു, അല്ല മുച്ചോട്ടൂരിനെ കണ്ടു, അതൊക്കെ നമ്മൾ കണ്ടു എന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നേരെ മറിച്ച് അതല്ല, ഇതൊരു ഫോട്ടോ കാണിച്ചിട്ട് ഈ വെലിവെളുപ്പ് ചാവണ്ടി എന്ന് പറഞ്ഞാൽ ഇതിനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നമുക്ക് പൈതൃകത്തിന്റെ ഭാഗമായിട്ട് മ്യൂസിയത്തിൽ വെക്കാൻ തരണം എന്ന് പറയുമ്പോൾ അതൊരു അപാര കഴിവന്നല്ലേ. ആ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിനെ അതേപോലെ ആക്കിയിട്ട് അവരുടെ മുമ്പിൽ സമർപ്പിക്കണമെങ്കിൽ ഒരു ഭയങ്കര സംഭവം. ചെയ്തതിന് ഒരുപാട് തീർച്ചയായും. പിന്നെ നമ്മള് പത്മശ്രീ കിട്ടിയെന്ന് പറഞ്ഞു. പത്മശ്രീ നമുക്കൊന്ന് കാണണം. പിന്നെ അതിന്റെ കൂടെ വേറെ എന്തൊക്കെയാ കിട്ടുക? പത്മശ്രീ നമ്മളിങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ അടുത്ത് നമ്മുടെ നാട്ടിലെത്തി നിങ്ങളെ ഇത്. ഈ പത്മശ്രീ എന്ന് പറയുന്നത് തന്നെ നമ്മള് വളപട്ടണം മുച്ചിലോട്ട് കാവില് 32 വർഷമായിട്ട് ഞാനവിടെ തിരുമുടി വെക്കുന്ന ആളാണ്. അപ്പോൾ ആ തിരുമുടിക്ക് പോയി തോറ്റം കഴിഞ്ഞ് വന്ന് അണിയറയിൽ ഇങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് കേട്ടിട്ടില്ലേ, എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഹരിപ്രസാദ് എന്ന് പറഞ്ഞാൽ നമ്മൾ തൊണ്ടച്ചൻ്റെ ഇത് കൊടുത്തു പറയില്ലേ, ഹരിപ്രസാദ് എന്ന് പറഞ്ഞ ആളാണ് എന്നെ വിളിക്കുന്നത്. അദ്ദേഹം അവനോട് വിളിച്ചു, നാലേട്ടാ എവിടെയില്ലേ ചോദിച്ചു. അവനോട് മുച്ചോട്ടാവില്ലേ, തോറ്റം കഴിഞ്ഞോടെ ഇങ്ങനെ ഇപ്പം ആ ചപ്പടത്തിൽ വെള്ളം വെക്കാൻ വേണ്ടി പോകുന്നു പറഞ്ഞു. കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞു. ആദ്യം എനക്കൊന്നും തിരിച്ചിട്ടില്ല. ഞാൻ വിളിച്ചാൽ വേറെന്തോ ഇതിൽ പറയുന്നതായിരിക്കും കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, നാലേട്ടാ പത്മശ്രീ പ്രഖ്യാപിച്ചു, EP നാരായണപ്പുരം ചാനലിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊരു ചാനൽ കാണാൻ വയ്യ, നമ്മുടെ ഇവിടെ തോറ്റത്തിലില്ലേ. അപ്പൊ പിന്നെ സന്തോഷം. അപ്പൊ ഇത് കേട്ട് പിന്നെ ആൾക്കാർ വിളി വന്നു തുടങ്ങി. ഞാൻ അപ്പോൾ ഫോൺ സൈലന്റ് ആക്കി വെച്ചിട്ട്, അപ്പൊ ഫോൺ സൈലന്റ് ആക്കി ഞാനിതൊന്നും അറിയുന്നില്ല. പിന്നീട് ആൾക്കാർ വരുന്നു, ഇത് അറിഞ്ഞുകൊണ്ട് വരുന്നു. അപ്പൊ ക്ഷേത്രത്തിൽ നിന്ന് അവര് ഓടി വന്നു. അപ്പോ MLA വരുന്നുണ്ട് പറഞ്ഞു. അപ്പൊ MLA വരുന്നോണ്ട് തോറ്റത്തിന് ചെറുപ്പത്തിലുള്ള മക്കല്ല, ഒരു 10 മിനിറ്റ് ആരാ വെയിറ്റ് ചെയ്യണം, ഞാൻ വന്നിട്ട് കൊടുത്താൽ മതി. ഇവർ തോറ്റം പോയാൽ പിന്നെ 2 മണിക്കൂർ കഴിയാണ്ട് ഇങ്ങോട്ട് വരില്ല. ആ തോരത്തിന്റെ 6 അടിക്കൽ ഇതിൽ കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പൊ സുമേഷമല്ല അങ്ങനെ തിരുവനന്തപുരത്ത് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ വന്നിട്ട് ഒന്ന് വെള്ളാനും കണ്ടിട്ട് മാത്രമേ തോറ്റത്തിന് വെള്ളം വെക്കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അത് എന്നോട് പറഞ്ഞു വരില്ല, ക്ഷേത്രക്കാരോട് പറയണം. അപ്പൊ അങ്ങനെ ഉടനെ അവർ ക്ഷേത്രക്കാരോട് പറഞ്ഞു. ക്ഷേത്രക്കാരോട് പറഞ്ഞപ്പോ പിന്നെ അവരൊന്ന് പിള്ളേരെ ഇങ്ങനെ MLA വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എടുക്കും, അല്ലെങ്കിൽ ഞാൻ എടുക്കും എന്ന് പറഞ്ഞു. ഇവിടെ അവർ വന്നോട്ടെ പറഞ്ഞു. വന്നോട്ടിപ്പോ അവർ ഏതായാലും വരുന്നു എന്ന് പറഞ്ഞു. അവിടെ വന്നിട്ട് തന്നെ അങ്ങനെ അവർ വന്ന് പൊന്നാടി അണിയിച്ചു.
അതിനുശേഷം പിന്നെ ഇയാൾ വന്നു, MP ജയരാജൻ വന്നു. എല്ലാം പൊന്നാരി എണീച്ച് എല്ലാവരും പിന്നെ ചാനലുകാരും. പിന്നെ അന്ന് സീരിയൽ ഉണ്ടായിട്ടില്ല, രാത്രി 1 മണി 2 രാത്രി ഉറങ്ങാൻ പറ്റില്ലായിരുന്നു. രാത്രി 2 മണി വരെ ആൾക്കാർ ചാനലിലായിട്ട് വന്നു. വലിയ സംഭവമല്ലേ? വലിയ സംഭവം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പിന്നെയാണ് നമുക്ക് അതിന്റെ ശരിക്കും മഹത്വം മനസ്സിലാവും. പത്മശ്രീ എന്താണെന്നുള്ളത് പിന്നെയാണ് നമുക്ക് മനസ്സിലാവും. അവിടെ നിന്നെല്ലാം കഴിഞ്ഞ് മുടി അയച്ച് ഞാനിവിടെ വന്ന് പിന്നെ ആൾക്കാരുടെ പിന്നെ വരവ് തന്നെയാണ്. ഓരോ ആൾക്കാരുടെ വിളിയും. ഫോൺ നോക്കുമ്പോൾ വൈദ്യുതി കൊടുത്ത ലിസ്റ്റ് പോലെയാണ്. ഇതിങ്ങനെ മിസ് കോൾ വന്ന് കിടക്കുന്നിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് ഓരോ നാട് സ്ഥലമുണ്ട് എന്ന് പറഞ്ഞിട്ട് വിട്ടു. പിന്നെ ആൾക്കാരൊക്കെ ഇവിടെ വന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ ഇത് എന്തായാലും പിന്നെ ജൂലൈ ആഗസ്റ്റിലേക്ക് കൊടുക്കൂലെന്ന് പറഞ്ഞു. പിന്നെ ഇലക്ഷൻ പ്രഖ്യാപിച്ചല്ല, ഇലക്ഷൻ പ്രഖ്യാപിച്ചത് എന്നതിന് ശേഷം കിട്ടുന്നു. പക്ഷെ എന്തായാലും ഇലക്ഷന് മുമ്പായിട്ട് തന്നെ അങ്ങനെ വിളി വന്നവർ പറഞ്ഞു ഇങ്ങനെ എത്രാം തീയതിക്ക് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടുന്ന് 3 ആളിരുന്ന് പോയി. മുരളീമോഹനും ഞാനും ഗോകുലേന്ദ്രനും എൻ്റെ സുഹൃത്തും ഞങ്ങൾ 3 ആളിരുന്ന് പോയി. അവിടെ എത്തിയപ്പോൾ ഈ സാധനങ്ങളൊക്കെ അവിടുന്ന് നമുക്ക് കാണാലോ. അപ്പോൾ ഇതാണ് നമുക്ക് ആദ്യം രാഷ്ട്രപതി നമ്മളെ കീശക്ക് കുത്തിത്തരുന്ന സാധനം ഇതാണ്. അപ്പോൾ അത് നമ്മളെ കീശക്ക് രാഷ്ട്രപതി തന്നെ കുത്തിത്തരും. ഇത് നമുക്ക് തൊടാൻ പറ്റുമോ? ഓ, എങ്ങനെ പറയാ, പത്മശ്രീ അങ്ങനെ കൈകൊണ്ട് തൊടാനുള്ള ഭാഗ്യമുണ്ട് കേട്ടോ. ഇതെല്ലാം വെച്ചാല് അങ്ങനെ എല്ലാവർക്കും കിട്ടുന്ന സംഭവമല്ല. അതെ, സുവർണ നിമിഷങ്ങളാണ് അതിന്റെ. ഇതാന്ന് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ സൂക്ഷിച്ചു വെക്കണം. ഇത് നമുക്ക് അങ്ങനെ എവിടെ പുറത്തോടി കൊണ്ടുപോകാൻ പറ്റൂല. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്ന വെച്ചാല് നമുക്ക് അതുപോലത്തെ ഒരു സാധനം നമുക്ക് വേറെ അതന്നെ വെച്ചാൽ അതിന്റെ ചെറിയൊരു സാധനം അത് നമ്മളെ പോക്കറ്റിനിട ഇങ്ങനെ കുത്തണം. ഔദ്യോഗിക ചടങ്ങിന് പോകുമ്പോൾ അത് നമ്മളുടെ കീശക്ക് കുത്തി വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഔദ്യോഗിക സ്ഥലത്ത് പോകാൻ പറ്റുള്ളൂ. മറ്റേ ഇത് നമുക്ക് പുറത്തു കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അതിനുശേഷം പിന്നെ നമുക്ക് അതിന്റെ കുറെ ലെറ്ററും കാര്യങ്ങളും അതിന്റെ ഒരു പിന്നെ സോവനീർ പോലെ ഒരു പത്മ അവാർഡിന്റെ ഒരു പുസ്തകം. അതില് എല്ലാരെയും ഈ അവാർഡ് മേടിച്ച ഈ വർഷം കിട്ടിയ എല്ലാവരും 2024 കിട്ടിയ, പക്ഷെ എല്ലാവർക്കും ഇല്ല. നമ്മളെ പിന്നെ അത് 2 ഷിഫ്റ്റ് ആയിട്ടാണ് കൊടുത്തത്. 140 പേരുണ്ടായി. അപ്പൊ അത് 70 ആൾക്ക് ആദ്യത്തെ പ്രാവശ്യം, രണ്ടാമത് ബാക്കി 70 ആൾക്ക്, അങ്ങനെ 140 ആൾക്കാണ് ഈ പ്രാവശ്യത്തെ ബഹുമതി കൊടുത്തത്. അതിന് പത്മഭൂഷൺ, പത്മവിഭൂഷൺ, പത്മശ്രീ 3, പിന്നെ ഭാരതരത്നമാണ് പിന്നെ കിട്ടേണ്ടത്. നമുക്ക് പത്മശ്രീ കിട്ടി. അപ്പൊ അതിൽ ഒരാൾക്കാരെ പേരും ഫോട്ടോ ഒക്കെ ഉണ്ട്. ഇതിങ്ങനെ ഓരോരാളുടെ പേരുണ്ട്. അതുപോലെ നമ്മളെ പേരുണ്ട്. പേജ് നോക്കി വെച്ചിട്ടില്ല. നമ്മള് പിന്നെ നമ്മൾ ഇംഗ്ലീഷും ഹിന്ദിയല്ലേ, ഇത് നമുക്ക് രണ്ടും വായിക്കാനോ ഇല്ല. അതുകൊണ്ട് നമുക്ക് പിന്നെ അവരെ സോനറിൽ നമ്മളെ പേര് ഹിന്ദിയിലും ഇംഗ്ലീഷിലുമാണ്. അടിപൊളി. ഇത് നമുക്ക് തരും. പിന്നെ 1 ദിവസത്തെ ഭക്ഷണം അമിത്ഷാന്റെ വീട്ടിൽ നിന്ന്, ആഭ്യന്തര മന്ത്രിയുടെ വീട്ടിൽ നിന്ന് ഒരു ഭക്ഷണം. പിന്നെ അവിടെ ഉള്ള ഭക്ഷണം രാഷ്ട്രപതിന്റെ വകയാണ്. രാഷ്ട്രപതി ഭവനിൽ തന്നെ നമുക്കൊരു ചായ സൽക്കാരമുണ്ട്. അതെല്ലാം അവരെ പിന്നെ ഇതിന്റെ ഉള്ളിൽ തന്നെ അവരെ വന്നിട്ട് നമ്മൾ പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം, അവാർഡ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക സ്ഥലമുണ്ട്. അതെല്ലാം ആദ്യം ട്രെയിനിങ്. നമുക്ക് ആദ്യം അതിന്റെ ഇത് ട്രെയിനിങ് തന്ന് അത് എന്നിട്ടാകുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണം. ഇതാണ് പ്രശസ്തി പത്രം. അത് നമ്മൾ ഇതിന്റെ അകത്ത് ഇതിന്റെ അകത്ത് നമുക്ക് തിരിഞ്ഞാണ്. അതാണ് അതിന്റെ സാധനം. അത് ഇതിന്റെ അകത്ത് വെച്ചിട്ട് ഉണ്ടാവുക. അത് പേപ്പറാണ്. ഒറിജിനല് അവിടെയാണ്. ഒറിജിനൽ അതാണ് ഇങ്ങനെ തരുന്നതല്ലേ. അത് ഇതിൻ്റെ അകത്ത് പിന്നെ തെരച്ചിട്ടുണ്ടാവും. നമ്മൾ ഫ്രെയിം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഫ്രെയിം ചെയ്ത് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് രാഷ്ട്രപതിയുടെ അടുത്ത് നിന്ന് വാങ്ങുന്ന ഫോട്ടോ ആണ്. രാഷ്ട്രപതിനെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റില്ല. ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന്റെ ഉള്ളിൽ കയറാൻ വിടൂല. ഡൽഹിയിൽ വെച്ചിട്ടല്ലേ? ഏത് സ്ഥലത്താണ് ഇത്? രാഷ്ട്രപതി ഭവൻ തന്നെ. പുതിയ ബിൽഡിംഗിൽ ഉണ്ടാക്കിയ അവിടെ വെച്ചിട്ട് ഇത് കൊടുത്ത്. അപ്പൊ അതിന്റെ ഉള്ളിൽ കയറാൻ തന്നെ നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യം. പെർമിഷൻ എടുക്കണ്ടേ? നമ്മൾ പോയി കയറുകയാണെങ്കിൽ പെർമിഷൻ എടുത്താൽ തന്നെ അതിന്റെ ഉള്ളിൽ കയറാൻ വിടൂല. ഇപ്പൊ നമ്മുടെ നിയമസഭയിൽ തന്നെ നമുക്ക് എല്ലാവർക്കും കയറാൻ പറ്റില്ല. പ്രത്യേക പെർമിഷനിലേക്ക് കയറാൻ പറ്റില്ല. ഇപ്പൊ നമ്മള് ഒരു പുസ്തക പ്രകാശനം ഉണ്ടായിരുന്നു. പിന്നെ ആ പുസ്തക പ്രകാശനത്തിന് വേണ്ടിയിട്ട് നമ്മൾ പോയ സമയത്ത് നിയമസഭയിൽ വെച്ചിട്ട്
എല്ലാരും കാണാനും അത് ഭയങ്കര സംഭവം. അതും നമുക്കൊരു ഭാഗ്യം കിട്ടി. നമ്മളിപ്പോ ഒരാൾ പോയിട്ട് വെറുതെ ചോദിച്ചാൽ അവർക്ക് വെച്ചാൽ പ്രത്യേകിച്ച് ബാൽക്കണി ഉണ്ട്. ബാൽക്കണി വെച്ചാൽ ഉള്ളിൽ കയറാൻ പറ്റില്ല. ഉള്ളിൽ കയറണമെങ്കിൽ അവരെ പ്രത്യേക പെർമിഷൻ വേണം. മന്ത്രിന്റെ ആരെങ്കിലും സപ്പോർട്ട് ഇല്ലാണ്ട് അതിനോട് കയറാൻ പറ്റില്ല. അപ്പോ ഇത് മുകളിൽ നിന്ന് നമുക്ക് നോക്കാൻ നല്ലതുണ്ട്. അതും അവർ പെർമിഷൻ എടുക്കണം. എടുത്താൽ മാത്രമേ മേലെ ഇരുന്നിട്ട് കാണാൻ പറ്റൂ നിയമസഭ നടക്കുന്ന സമയത്ത്. അപ്പൊ ഇതിപ്പോ എന്താ വെച്ചാൽ നമുക്ക് അതിനുള്ളിൽ കയറി ആ സ്റ്റേജിൽ ഇരുന്നിട്ടാണ് പുസ്തക പ്രകാശനം ചെയ്തു. അപ്പൊ ഞാൻ അതിൻ്റെ അകത്ത് എന്റെ ചില തെയ്യങ്ങളെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇട്ട് അപ്പൊ നമ്മളവിടെ ചെറിയ തോറ്റാലും ചൊല്ലി അവർക്ക് ഭയങ്കര സന്തോഷമായി. ആ പുസ്തക പ്രകാശനം ചെയ്ത് ആ പുസ്തകം കൂടി ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഗോഡ് ഡാൻസ് എമംഗ് മെൻ, ഇതാണ് ആ പുസ്തകം. നമ്മളവിടെ നിയമസഭയിൽ പ്രകാശനം ചെയ്ത്. പുഷ്പാക്കുറുപ്പ് നേരത്തെ പറഞ്ഞ ഇംഗ്ലീഷ് വായിക്കാനും പിന്നെ അങ്ങനെല്ലാം വായിക്കും, ഇടക്കിടക്കെല്ലാം വായിക്കും. അല്ല ഇതെല്ലാം നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ മനസ്സിലാകുന്ന ഭാഷയല്ല. പക്ഷെ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ പറയാൻ കഴിയാതില്ല, സംസാരിക്കാൻ കഴിയില്ല. നിങ്ങൾ ചോദിച്ചാൽ പെട്ടെന്ന് അതിന് മറുപടി പറയാൻ കഴിയാതില്ലോ. ബാക്കി ഇതിലും ചോദിച്ച് വായിക്കാനും മനസ്സിലാവും. പുഷ്പാക്കുറുപ്പ് തന്നെ അതിന് ഓരോ തെയ്യങ്ങളെ പറ്റിയുള്ള അതിന്റെ അനുഷ്ഠാനങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ഇതിൽ ഒരുപാട് ഫോട്ടോസും അതിന് തെയ്യത്തിന്റെ ഒരുപാട് കാര്യങ്ങളുണ്ട്. തിച്ചാവണ്ടിന്റെ ഇത് മറ്റേ പെരുമ്പളയാടത്തിന് ചാവണ്ടിക്കോട്ട അന്നാണ് പുതിയ വഴി കെട്ടിയ ഞാനാണ്. ചാവണ്ടിക്കോട്ടത്തെ എല്ലാ തെയ്യങ്ങളും ഉണ്ട്. കുട്ടിച്ചാത്തൻ, ക്ഷേത്രപാലകൻ, വയനാട്ടുകുലവൻ, വേട്ടക്കരുമകൻ, കതുവനൂർ വീരൻ. ഇത് മറ്റേ സ്ത്രീ തെയ്യം അവിടെ മാത്രമേ ഉച്ചിട്ട അതിന്റെ ഓരോ നിവേദ്യങ്ങളും. ഇത് കളരിവാതിക്കല്. ഇത് മറ്റേ മാണിയൂർ കിഴക്കൻകാവിലെ പോയതല്ലേ. ഇത് കണ്ണങ്കാട്ട് ഭഗവതി. ഇത് മറ്റേ ഈ കുറിഞ്ചർക്കൽ അതെല്ലാം ഭയങ്കര സംഭവം. ഒരുപാട് അങ്ങോട്ടിലെ ഒരു വടക്കോട്ടിലെ ഒരുപാട് തെയ്യങ്ങൾ. ഇത് കരിഞ്ചാവണ്ടി, ഇത് കൊണ്ടോറച്ചാവണ്ടി, ഇത് മടിച്ചാവണ്ടി. പിന്നെ മറ്റേ ഇവിടുത്തെ ചുഴലി ഭഗവതിന്റെ ഒരുപാട് ഇതെല്ലാം വടക്കോട്ടിലെ തെയ്യങ്ങളാണ്. ഇത് പുതിയ ഭഗവതി. നമ്മളെ കാവിലുണ്ട്, മുണ്ടേരിക്കാവില്. നമ്മളെ വീടിന്റെ അടുത്തുണ്ട് വട്ടക്കുണ്ട് വയൽത്തീറ. അതെ, വയൽത്തീറ വീടിന്റെ അടുത്താണ്. ഇത് നമ്മളെ ഇവിടെ നാറാത്ത് പുതിയവതി ക്ഷേത്രത്തിൽ പുതിയവതി. ഞാൻ അവിടെ 30 വർഷമായി അവിടെ പുതിയവതി ആയിരുന്നു. നമ്മളെ ഫോട്ടോ ആയത് മുച്ചിലോട്ട് പോയി. മുച്ചിലോട്ട് വാദിനെ പറയുന്ന ഒരു സുന്ദരിയായ ദേവത. അത്രയും കന്യകയല്ലേ, കല്യാണം കഴിയാതെ കന്യകന്റെ സൗന്ദര്യം പറയാനുണ്ടാ. ഭയങ്കര ഇതല്ലേ കാണാൻ തന്നെ. ഇതാ നമ്മളെ തിരുപ്പനത് നമ്മള് ശ്രീനിവാസ മടയൻ, നമ്മളെ പല്ലവി ഒരു പാട്ടുകാരനല്ലേ പല്ലവി, അവന്റെ വീട്ടുകൂടലിന് കിട്ടിയതാണ്. അപ്പൊ അതെല്ലാം എന്തോ ഒരു ഭാഗ്യം നമുക്ക് അങ്ങനെ ദൈവം തന്നു. അപ്പൊ അതിനെല്ലാം രാജ്യം നമ്മൾ അംഗീകരിച്ചിട്ടു. നാട്ടുകാർ മാത്രമല്ല, നാട്ടുകാരും ക്ഷേത്രക്കാരും മാത്രമല്ല, നമ്മളെ കരുവനൂർ വീരന്റെ ഇത് പുല്ലൂപ്പി ഒരു സ്ഥലത്ത് നിന്നാണ്. എല്ലാത്തിനും കാരണമായ തെയ്യം അനുഷ്ഠാനം അതല്ല ഇതിന്റെ പ്രധാന കാര്യങ്ങൾ. ഈ ഫോക്ലോർ അക്കാദമി അവാർഡും ഈ പത്മശ്രീയും കിട്ടിയതിന് ശേഷം അനുമോദനത്തിന് കിട്ടിയതാണോ ഇതല്ലേ? ഇതല്ല, ഈ മുമ്പേ വെച്ചാൽ നമ്മുടെ ഈ പോക്കുലൂർ ഗുരുപൂജ കിട്ടിയാലും കുറെ കിട്ടിയിട്ടുണ്ട്. അതിന്റെ ശേഷം പിന്നെ ഫെലോഷിപ്പ് കിട്ടി. അപ്പോ അന്നേരം കിട്ടിയ കുറച്ചുണ്ട്. പക്ഷെ പത്മശ്രീ കിട്ടിയതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ നിറഞ്ഞു വന്നത്. സ്റ്റാൻഡ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതിപ്പോ ആറിനടിക്കും. സെൻട്രൽ ഹാളിൽ അവര് അടിച്ചുതരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇതെല്ലാം കൊണ്ടുവന്നിട്ട് അതും കൂടെ അടിച്ചിട്ടാണ് കുറെ ഇന്നും ഒരുപാട് വെക്കാൻ്റെ അത്ര. പിന്നെ നമ്മളെ അച്ഛൻ ഗുരുനാഥനെയും എല്ലാം കണ്ടല്ലോ. ഇത് മാനീര വെള്ളാട്ടം നമ്മളെ വളരെ പഴക്കോലതാണ്, മുമ്പേ പഴയതാണ്. അതായത് ഇത് അച്ഛനാണ്, ഇത് ഏട്ടനാണ്.
ഏട്ടനാ ഇത്? ആ, ഇത് അപ്പൊ ഏട്ടൻ ഏട്ടനാ. ഇപ്പം കെട്ടുന്നുണ്ടാ? ആരും പോയി, എല്ലാരും പോയി. ഇനി ഞാനേ ബാക്കിയില്ല. അതെയാ? ഞാനും എൻ്റെ ഒരു പെങ്ങളും ഉണ്ട്. അവർ രണ്ടാൾ മാത്രമേ ബാക്കി. ഇത് ഗുരുനാഥൻ അഴീക്കോട്, കൃഷ്ണപ്പെരുവണ്ണ എന്ന് പറയുന്ന ആളാ ഇത്. ഇത് അച്ഛൻ, അദ്ദേഹം പെരുവണ്ണ. ഇത് പിന്നെ അടുത്ത കോമരം, ബാലിന്റെ കോമരാണ്. അപ്പൊ ഇത് ഏട്ടനാണ്. ഇത് ബാലിന്റെ വെള്ളാട്ടല്ലേ? വലിയ വെള്ളാട്ടം, വലിയ വെള്ളാട്ടം. ഏട്ടൻ കെട്ടിയ സമയത്ത് എത്രയോ വർഷങ്ങൾ അച്ഛൻ്റെ എല്ലാം പ്രായം നോക്കിയാൽ മതി. അച്ഛൻ അന്ന് ഞാനൊന്നുണ്ടോ, ഞാനൊരു ചെറുതായിട്ട് ഈ സൈഡിലായിട്ട് തലയിട്ട് സംശയമുണ്ട്. അത്ര ചെറുപ്പത്തിലാണ്